ഈ കാണുന്നവനും കളിക്കുന്നവനും തമ്മിലൊരു ഇടയ്ക്കൊരു കോമൺ സ്പേസ് ഉണ്ടാവണം. ഈ കോമൺ സ്പേസിലാണ് വാസ്തവത്തിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ല ഇത് നിലനിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പ്ലേക്കകത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കൃതിയെ നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് ചേർത്തിട്ടാണ് ഈ കൃതിയെ വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, കണ്ടന്റും എസൻസ് പഠിപ്പിക്കുക. അത് നമ്മുടെ നിലപാടാണ്. മീഡിയ ചെയ്യുന്ന സമയത്ത് ജെയ്സനും മീഡിയ ചെയ്യുമ്പോഴത്തേക്കും ജെയ്സനായിട്ട് ഉപയോഗിക്കുന്ന ശിവൻ ഇനി എന്താ പറയുന്നത് പെട്ടെന്ന് സ്റ്റക്കാവുന്നു. കൂടെ മീഡിയ മുത്തുമണിയാണ്, അവള് അവർക്ക് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് ആ സീൻ എടുക്കുന്ന ഇയാളെ ചവിട്ടി പുറത്തേക്ക് കളയാണ്. പിന്നെ 2-3 ഡയലോഗ് വെയിറ്റ് ചെയ്യില്ല, നേരെ ചവിട്ടി ബാക്കി അവിടെ പോയി. ഈ ഇടയ്ക്ക് 2 ഡയലോഗ് പറഞ്ഞ കാര്യം ശെൽവനും ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു കാണുന്നവർക്ക് അറിയില്ല. നമസ്കാരം, ലൈഫ് സ്റ്റോറീസ് വിത്ത് ടോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊപ്പമുള്ളത് അരങ്ങിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതുല്യ കലാകാരനാണ്. എറണാകുളം സെൻറ് ആൽബർട്ട്സ് കോളേജിലെ പഴയ രസതന്ത്ര അധ്യാപകൻ. അതിനപ്പുറം നാടകങ്ങൾക്ക് വേണ്ടി 50-ലേറെ നാടകങ്ങൾ സംവിധാനം ചെയ്ത നാടകങ്ങളുടെ അമരക്കാരൻ, നായരമ്പലത്തുള്ള ലോകധർമ്മിയുടെ സ്ഥാപകൻ ഡോക്ടർ ചന്ദ്രദാസൻ. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നാടക കലാകാരനും ഏറ്റവും കൂടുതൽ ശിഷ്യസമ്പത്തിന് ഗുരുവും കൂടിയായ ചന്ദ്രദാസൻ മാഷിനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പക്ഷെ ഞാൻ പണ്ട് സുകുമാര അഴീക്കോടിൻ്റെ ഒരു പ്രസംഗം ഓർക്കുന്നുണ്ട്, ഞാൻ നേരിട്ട് കണ്ട ഒരു പ്രസംഗം. അദ്ദേഹം പറഞ്ഞത്, പണ്ടൊക്കെ നമുക്ക് നാടകങ്ങളുണ്ടായിരുന്നു, ഇന്ന് നാടകങ്ങളില്ല, ഇന്ന് കാടകങ്ങളേ ഉള്ളൂ. നാടകങ്ങൾക്ക് നാടിൻ്റെ സൗരഭ്യമുണ്ടായിരുന്നു, കാടകങ്ങൾക്കാവട്ടെ കാടിൻ്റെ വന്യമായ സീൽക്കാരങ്ങളാണുള്ളതെന്ന് പറഞ്ഞു പുള്ളി ആശയങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഭയങ്കര രസകരമായിട്ട് എനിക്ക് ഇൻസ്പയർ ചെയ്തൊരു വാചകമായിരുന്നത്. ശരിക്കും നാടകങ്ങൾ കാട്ടിനുള്ളിലാകപ്പെട്ടതുപോലത്തെ ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതിനകത്ത് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ നാടക കാടെന്നൊക്കെ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നതനുസരിച്ചിരിക്കും. അതിനനുസരിച്ചിരിക്കും. പലപ്പോഴും നമ്മൾ കാടിനകത്താണ് കുറച്ചുകൂടെ ശാന്തതയും കുറച്ചുകൂടെ കാര്യങ്ങൾ ആഴത്തിലും പോകാൻ സ്ഥലം പറ്റുന്നൊരു സ്ഥലം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ പുതിയൊരു കാലത്ത് നാട്ടിലാണ് കൂടുതൽ കുഴപ്പങ്ങൾ. ഇപ്പോൾ ഒരു കാടിൻ്റെ ഒരു ശാന്തതയും അതിൻ്റെ ഒരു ധ്യാനാത്മകതയും അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിന്തയുടെയും ആലോചനയുടെയൊക്കെ ഒരു ആഴങ്ങളും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു വിലപിക്കുന്ന ആൾക്കാരും ഒപ്പം തന്നെയാണ്. വിദേശത്തൊക്കെ പല കവികളും ഒക്കെ ഈ ഒരു ചിന്തയെ പിൻപറ്റുന്ന ആൾക്കാരും ഉണ്ട്. പുള്ളി ഉദ്ദേശിച്ചിരുന്ന അല്ലെ പുള്ളി കണ്ടു പരിചയപ്പെട്ട നാടക രീതികൾ കാണുന്നില്ല. കൂടുതൽ ബഹളങ്ങൾ അവിടെ കാണുന്നു. നാടകത്തിന്റെ ഒരു കാവ്യാത്മകതയോ അങ്ങനെ ഒരു സ്വച്ഛതയോ നഷ്ടപ്പെടുന്നു. പുള്ളി അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞത് ഗട്ടർ സരസ്വതിയെ കുറിച്ചാണ്. പണ്ടൊക്കെ നമുക്ക് നല്ല നാക്കിൽ സരസ്വതി വിളയാടുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം മുഴുവൻ റോഡിലെ കുഴികൾ പോലെ ഗട്ടർ സരസ്വതികളാണ് ഉള്ളതൊക്കെ പറഞ്ഞു പുള്ളി വാക്കുകളുടെ ഒരു അഭ്യാസം. അതെ, വാക്കുകൾ ഇങ്ങനെയല്ലേ അതുകൊണ്ട് തമാശ പറയുന്നതിന്റെ ഒരു പ്രത്യേക മിടുക്കും അദ്ദേഹത്തിനുണ്ട്. ഉണ്ട് ഈ കാര്യങ്ങളെ പുള്ളി വളരെ രസകരമായിട്ടും നിറമ്പോക്കായിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുകയും ചെയ്യും. പക്ഷെ നാടക സംഗീതത്തോളം അങ്ങനൊരു കാലമൊന്നുമില്ല. ഇപ്പം പണ്ട് എന്നൊക്കെയാണോ മനുഷ്യന്മാർ ഒന്നിച്ച് കൂടി താമസിക്കാൻ തുടങ്ങിയത്, ഒരു സംസ്കാരം എന്നുപോലെ തുടങ്ങി. അത് എവിടെയാണെങ്കിലും, അത് ഇന്ത്യയിലാണെങ്കിലും പീസിലാണെങ്കിലും മെസൊപ്പൊട്ടേമിയയിലാണെങ്കിലും മായൻ കൾച്ചറിലാണെങ്കിലും ശരി, ഗുഹാമനുഷ്യന്മാരും പോലെ നാടകങ്ങൾ പെർഫോം ചെയ്യുക, അല്ലെ നാടകങ്ങളെ പോലെ എന്തെങ്കിലും, അത് നാടകം എന്ന് പേരിട്ട് നാടകത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ചാണെന്നില്ല, പെർഫോം ചെയ്യുക, പെർഫോമൻസിലൂടെ കഥയും കാര്യവും പറയുക എന്നുള്ള രീതി പണ്ട് പോലെയുണ്ട്. പിന്നെ അത് ഈ ഒരു എന്റർടൈൻമെന്റ് ഫോം എന്ന നിലയിൽ ഓരോ കാലത്തും ഓരോന്നാണ്. ഇപ്പോൾ ഈ ലോകത്ത് തന്നെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറേ അധികം നാള് മനുഷ്യരെ കൂട്ടമായി പിടിച്ചിരുത്താനും എന്റർടൈൻ ചെയ്യാനും ഒക്കെ ഉപയോഗിച്ച മാധ്യമ നാടകമായിരുന്നു. ഒരു 50-60 വരെ അത് കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് സിനിമ വന്നപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാധ്യമമായി. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ഷോ വലിയ ചിലവില്ലാതെ ചെയ്യപ്പെട്ട സ്ഥിതിയായി. ആളുകൾ അങ്ങോട്ട് പോയി. TV വന്നപ്പോഴത്തേക്ക് ആളുകൾ TVയുടെ മുമ്പിലേക്ക് ഇരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതും വിട്ടിട്ട് ആളുകൾ മാളിലും ഒക്കെയാണ് പോകുന്നത്. മാളില് എക്സിബിഷൻ, അത്രയും സ്പെക്ടക്കിൾസ് വെന്യൂവിലേക്ക് പോകുക, അവിടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് എൻ്റർടൈൻമെന്റ്. അത് മാറി വരും. അതിനെപ്പറ്റി നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ നാടകങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നാടകങ്ങൾ നിൽക്കുന്നുണ്ട്, വളരെ സജീവമാണ്, ആളുകൾ അവിടെ വരുന്നുണ്ട്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ്, കമ്മ്യൂണിക്കേഷൻ നാടകവും പ്രേക്ഷകരുമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ രൂപവും ഭാവവും മാറി വരും. പക്ഷേ എസെൻസ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യം അത് തുടരെ തന്നെ ചെയ്യും. അതവിടെ ഉണ്ടെന്നുള്ള അനുഭവമാണ് നമുക്ക്
ഉണ്ട്. അറിയപ്പെട്ടത്. അപ്പൊ ഈ നാടകം എന്നുള്ള പേരിൽ തന്നെ ഒരു നാട്യമാണോ അതോ നാടിന്റെ അകം എന്നുള്ള അർത്ഥമാണോ? എങ്ങനെയാണ് നാടകത്തിൽ നിന്ന് വിഭാവനം? അതൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോ വാക്കിൽ, ഇപ്പം നാടകം, നാടിന്റെ അകമാണ് നാടകം. ഞാൻ നാട്ടിലെ കാര്യങ്ങൾ നാടകത്തിൽ വരണം. നാടെന്ന് പറഞ്ഞാൽ അതും ഒരു ഫിക്സഡ് സാധനമൊന്നുമില്ല. അപ്പൊ ആ നാട് എന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇക്കാലത്തെ നാടാണ്. അതെ, 50 വർഷം മുമ്പ് ഇതായിരുന്നില്ല ഈ നാട്. അല്ല. അപ്പോൾ നാട് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തെ നിയന്ത്രിക്കുന്ന എന്താ പറയുക, രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ അനുഭവങ്ങൾ, അതിനെ നിയന്ത്രിക്കുന്ന ശാക്തിക ചേരികൾ, നിയന്ത്രിക്കുന്ന ശക്തികൾ, അധികാര കേന്ദ്രങ്ങൾ, അതിൻ്റെയൊക്കെ ഈ രീതികൾ മാറി വരുന്നതൊക്കെയാണ് നാടെന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് കാര്യം പറയലല്ല. അപ്പൊ അത് ആണ്. പിന്നെ ഈ നാടകം എന്നുള്ള വാക്ക് ഇപ്പം ഭയങ്കര മോശപ്പെട്ട ഒരു സംഗതി പോലെയാണ്. പാർലമെന്റിലൊക്കെ നാടകം കളിക്കാൻ പാടില്ല, നൗട്ടങ്കി എന്നുള്ള വാക്ക് പറയാൻ പാടില്ലെന്നാണ്. അത് അൺപാർലമെന്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗട്ടങ്കി മനുഷ്യന്മാർ കളിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ സാധാരണക്കാരെ കളിക്കുന്ന നാടകമാണ്. അവർ ഇപ്പോഴും നൗട്ടങ്കി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തോ ഒരു ശരിയല്ലാത്ത കാര്യമാണെന്ന രീതിയിലാണ്. അതുകൊണ്ട് അൺപാർലമെന്ററി. ഞാനത് ആലോചിച്ചു. അപ്പൊ നാടകത്തിന് പണ്ട് കിട്ടിയിരുന്ന ഒരു അക്സെപ്റ്റൻസ്, ഇത് നമ്മളിത് അക്സെപ്റ്റൻസിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓരോ സമയത്തും ഓരോ കാലത്തും നമ്മളിങ്ങനെ ഓരോ കാര്യം പറയാൻ വേണ്ടി, അവനവൻ്റെ കാര്യം പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില സംഗതി മാത്രമേ ഉള്ളൂ. അത് നാടകത്തിനെ ബാധിക്കുന്നതല്ല. ഇതൊന്നും അല്ല. ഇത് അൺപാർലമെന്ററി ആണെന്ന് അവിടെ പറഞ്ഞാലും ഇത് ജനങ്ങളുടെ ഒരു എക്സ്പ്രഷനായിട്ട് ഇവിടെ നിൽക്കും. അത് എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. അപ്പൊ അത് പ്രശ്നമൊന്നുമില്ല. അതിങ്ങനെ അല്ല, മാഷിന്റെ ഒരു അനുഭവത്തിൽ നാടകത്തെ എങ്ങനെ നോക്കിക്കാണാനാണ് കൂടുതൽ ഇഷ്ടം? നാടകത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു കർമ്മം, ഒരു ദൗത്യം എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, അത് നമുക്ക് രണ്ടു മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, ഒരു പെർഫോമർ എന്ന നിലയിൽ, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ആളെന്ന നിലയിൽ എനിക്ക് എൻ്റെ കാലത്തെക്കുറിച്ച്, ഞാൻ കാണുന്ന ജീവിതത്തെക്കുറിച്ച്, എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ എനിക്ക് ആളുകളോട് പറയേണ്ടതുണ്ട്. അത് എൻ്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് പറയുന്ന കണ്ടന്റ് മാത്രമല്ല, ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ പറയുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ എങ്ങനെ പറയുന്നു അതിന് ഞാൻ കണ്ടെടുത്തുന്ന മാർഗങ്ങളും രീതികളും ഉണ്ട്. അതിനെ ഞാൻ എങ്ങനെ നവീകരിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ പറഞ്ഞിരുന്ന കാര്യം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോൾ ആൾക്കാർക്ക് അത്, അല്ലെങ്കിൽ എനിക്ക് തന്നെ രസം ഉണ്ടാവില്ല. ആൾക്കാർക്കല്ല, എനിക്ക് തന്നെ രസം ഉണ്ടാവില്ല. കാലം മാറുന്നതിനനുസരിച്ച് ഞാനും എന്നെ തന്നെ അത് നവീകരിക്കുക, പുതുക്കി പണിയേണ്ടതുണ്ട്. അപ്പോൾ ഒന്നത് എനിക്ക് പറയാനുള്ള കാര്യം പറയാന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വന്ന് ഇത് കാണുമ്പോൾ അവർക്കും കൂടി ഇമ്പോർട്ടൻ്റ് ആവണം. അവർക്ക് വെറും കൗതുക കാഴ്ച മാത്രമേ കഴിഞ്ഞാൽ കൊള്ളാൻ പോകും, അത്രേ ഉള്ളൂ. അവർക്കും കൂടെ അവരുടെയും കൂടെ ജീവിതമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ആ തരത്തിലൊരു ഷെയറിങ് ഉണ്ടാവണം. അങ്ങനെ ഒരു പൊതു ഇടം ഉണ്ടാവണം. ഈ കാണുന്നവനും കളിക്കുന്നവനും തമ്മിലൊരു ഇടയ്ക്കൊരു കോമൺ സ്പേസ് ഉണ്ടാവണം. ഈ കോമൺ സ്പേസിലാണ് വാസ്തവത്തിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ല ഇത് നിലനിൽക്കുന്നത്. അപ്പൊ അതിനപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, എൻ്റെ ജീവിതവും എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ക്രാഫ്റ്റും എൻ്റെ കയ്യിലുള്ള റിസോഴ്സസും, എനിക്ക് എൻ്റെ കയ്യിലുള്ള ആക്ടേഴ്സ്, എനിക്ക് കിട്ടുന്ന ആക്ടേഴ്സ്, എനിക്ക് കിട്ടുന്ന ലൈറ്റിംഗ് സൗകര്യങ്ങൾ, എനിക്ക് കിട്ടുന്ന പെർഫോമൻസ് സ്പേസ്, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളുണ്ട് അവരുടെ കാണാൻ വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഇത് കളിച്ചും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തെല്ലാം സംഭവം ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഭയങ്കര മഴ പെയ്യാൻ പോവാണ്, അതിൻ്റെ ഒരു ഓർഡർ റെഡ് അലർട്ട് വരികയാണെങ്കിൽ ഈ ഇരിക്കുന്ന സംഗതിയൊക്കെ മാറും. അപ്പൊ ഇത് ആ കാലവും സ്ഥലവും ഇത് കൂടി ചേർന്ന ഒരു ആകെത്തുകയാണ് ഈ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ പണ്ടത്തെ CNN ഒക്കെ നാടകങ്ങളുടെ ഒരു കാലമുണ്ട്. പണ്ട് CJയുടെ നാടകങ്ങൾ, അങ്ങനത്തെ നാടകങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം 2026 എത്തി നിൽക്കുമ്പോൾ ന്യൂജനിന്റെ ചേഞ്ചസ് നമ്മൾ പറയേണ്ട, ജെൻസി കുട്ടികളുടെ മാറ്റങ്ങൾ പറയുന്നുണ്ട്. ഈ സമയത്ത് നാടകത്തിന് യഥാർത്ഥത്തിൽ കിട്ടുന്ന ഒരു സ്പേസ് അന്നത്തെ ഇന്നത്തെ തമ്മിൽ വലിയൊരു അന്തരം ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് പറയുമ്പോൾ CNന്റെ നാടകം നമ്മൾ ഇന്ന് ഭയങ്കര അത് പറയുമ്പോഴും CN എഴുതിയ കാലത്ത് ഇതിന് അക്സെപ്റ്റൻസ് മാത്രം കിട്ടിയിട്ടൊന്നുമില്ല. CNന്റെ ലങ്കാലക്ഷ്മി എത്ര പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും നല്ല നാടകമാണ്. ഈ അപ്പോടെ എൻ്റെ ഓർമ്മയിൽ വിരലുള്ള പെർഫോമൻസേ ഉള്ളൂ. നരേന്ദ്രപ്രസാദ് നാട്യഗ്രഹത്തിന് വേണ്ടിയിട്ട് ലങ്കാലക്ഷ്മി ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ 1. 2, അതിനകത്ത് അഭിനയിച്ച മുരളി ആ സാധനം തന്നെ 1 ആക്ടർ ഷോ ആയിട്ട് കുറച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. 2, അഭിലാഷ് പിള്ള ഒരു പെർഫോമൻസ് ഡൽഹിയിൽ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. കൊല്ലത്തൊരു പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തൊരു 8-10 സ്ഥലത്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കളികൾ പിന്നെ റേഡിയോയിലൂടെ പിന്നെ വായിച്ചു കേട്ടും ക്ലാസ് മുറികളിൽ അധ്യാപകർ പറഞ്ഞാണ് ഇത് പൊലിപ്പിച്ചെടുക്കുന്നത്. ഇത് അങ്ങനെ അല്ലാതെ ഇപ്പൊ നമ്മൾ CJ എന്ന് പറയുന്നത്, CJ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പെർഫോമൻസ് വളരെ കുറവായിരുന്നു, ഉണ്ടായിട്ടില്ല. പിന്നീടാണ് മരണത്തിന് ശേഷമാണ് കൂടുതൽ. ഞാൻ ലങ്കാലക്ഷ്മി ചെയ്യുന്നത് 2012-ലാണ്. 2012 വലിയ പഴക്കമില്ല. അപ്പൊ ഈ
ഇപ്പം ഷേക്സ്പിയറിനാണെങ്കിൽ ഇപ്പോഴല്ലേ കളിക്കുന്നത്, ഒത്തിരി കളിക്കുന്നത്. ഓഫ് കോഴ്സ് ഷേക്സ്പിയറിൻ്റെ കാലത്ത് ഷേക്സ്പിയർ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. അത് വേറൊരു ജനസിൽപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഇതിന് ഈ കാലവും സ്ഥലവും നല്ല പ്രശ്നം. ഈ പുതിയ കാലം വന്നു, ജെൻസി പിള്ളേർ വന്നു, അങ്ങനെയൊന്നുമില്ല. ഇത് മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാരുടെ എല്ലാ വിശപ്പും എല്ലാവർക്കും ഒരുപോലെയാണ്. അതെ, ഈ രോഗം വന്നാലുള്ള പ്രശ്നം, മരണം, അതൊക്കെ ഒരുപോലെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന മറ്റ് റിസോഴ്സസോ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ AC ഇട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചില സാധനം ഒഴികെ ബേസിക്കലി മനുഷ്യർ ആ പീറ്റർ ബ്രൂക്കിനെ പോലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പുതിയ നാടകവേദിയിലെ പ്രത്യേകിച്ചും പാശ്ചാത്യ നാടകയിലെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നമുക്ക് ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഈ ബാഹ്യമായത് വിട്ടിട്ട് നിങ്ങൾക്ക് ആന്തരികമായ പ്രിമിറ്റീവ് മനുഷ്യനുണ്ട്, അവൻ്റെ ആദിമ സത്തയുണ്ട്, മനുഷ്യനാണ് എസെൻസ്, ഒരു അനിമൽ പോലെയുള്ളൊരു ഇതുണ്ട്. ആ ചോദനയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഹ്യൂമൻ അനിമൽ എന്നൊക്കെ പറയാവുന്ന മനുഷ്യൻ്റെ ഇപ്പോൾ സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതിനൊരു ബേസ് ഇമോഷൻസ് ഉണ്ട്. ഈ ബേസ് ഇമോഷൻസിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ, അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയാൽ നമുക്കൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഭാഷയുടെയും ആചാരത്തിന്റെയും കാലത്തിന്റെയും സ്ഥലത്തിന്റെയും ഒക്കെ ഈ ചെല്ലാൻ പറ്റും. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഇത് നിന്നല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കാലത്ത് നിന്നുകൊണ്ട്, നമ്മുടെ സമയത്ത് നിന്നുകൊണ്ട്, നമ്മുടെ രാഷ്ട്രീയ അവസ്ഥ നിന്നുകൊണ്ട്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ നിന്നുകൊണ്ട്, നമ്മുടെ കയ്യിലുള്ള വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അവിടെ നിൽക്കാതെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇത് അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഒരു വൈകാരികമായ ആണെങ്കിൽ കണക്ട് ചെയ്യാന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഈ ഒരു ബേസ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആകാൻ, ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, അത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എങ്ങനെ ശകുന്തളം കളിക്കാൻ പറ്റുന്നത്? ശകുന്തളം ഞാൻ കണ്ടത് ഓർക്കുന്നത് IMA ഹാളിൽ ചെയ്തിരുന്നത്. അപ്പൊ അത് ശകുന്തളമാണെങ്കിലും നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോഴും പഴയ ശകുന്തളോട് ഉണ്ട്. എല്ലാം ആത്യന്തികമായിട്ട് മനുഷ്യന്റെ വികാരങ്ങളും അനുഭവങ്ങളും നമുക്ക് എക്സ്പോസ് ചെയ്യാനും അത് നമുക്ക് ഭാഷ അറിയാം. അല്ല, നമ്മളിപ്പം കഥകളിൽ പറയാറുണ്ട്, എല്ലാ കഥകൾക്കും 3, 4, 5 ഭാവങ്ങളേ ഉള്ളൂ. അതിനെ നമ്മൾ പല രീതിയിൽ പുനരാവിഷ്കരിക്കുകയാണ്. അതേ ആവിഷ്കാരമാണ് ഇപ്പൊ ശകുന്തളത്തിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരിക്കലും നിന്ന് പോകുന്നില്ല, അങ്ങനെ ചിന്തിക്കാം. ഞാനിപ്പോൾ എന്നെ ആലോചിച്ചപ്പോൾ നമ്മൾ കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷേക്സ്പിയറിയൻ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിൽ പഠിച്ച സ്റ്റുഡൻറ്റ്. അപ്പോൾ ചങ്ങനാശ്ശേരി ഞങ്ങൾക്കൊരു ഷേക്സ്പിയറിയൻ തിയേറ്റർ ഉണ്ടായിരുന്നു. ഒരുപാട് ഒതല്ലോ, ഹാംലെറ്റ്, ഒരുപാട് പ്ലേസ് അവിടെ കളിച്ചിട്ടുണ്ട്. മാഷ് ഇവിടെ സെൻറ്റ് ആൽബർട്ട്സിൽ വലിയ രീതിയിൽ അവിടെ നിന്നാണ് നാടകങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് തുടങ്ങി വരുന്നത്. അപ്പോൾ ഈ കോളേജിയൻ എക്സ്പീരിയൻസിൽ ഒരു ഷേക്സ്പിയറിയൻ തിയേറ്റർ പോലെ ഒരു നാടകങ്ങൾക്കുള്ള സ്പേസ് ഇനി ഉണ്ടാവേണ്ട ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണോ, അതോ ഇനിയും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ? അങ്ങനെ തിയേറ്റർ അല്ലെങ്കിൽ കോളേജുകളിൽ ക്യാമ്പസ് തിയേറ്റർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധം, ഞാൻ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനെ മോൾഡ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ഒരു മനുഷ്യനെ മോൾഡ് ചെയ്യുന്ന ഒരു പീരീഡ്. പ്രത്യേകിച്ച് കുട്ടികൾ ഈ പീരീഡിൽ തീർച്ചയായിട്ടും ഈ നാടകങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാറുണ്ട്. ഇപ്പോൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോഴും ഷേക്സ്പിയറിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഫിസിക്സ് ആണെങ്കിലും ശരി, കെമിസ്ട്രി ആണെങ്കിലും ശരി, ബയോളജി ആണെങ്കിലും ശരി, കൊമേഴ്സ് ആണെങ്കിലും ശരി, ഒരു ഷേക്സ്പിയർ നാടകം പഠിക്കാതെ രക്ഷപ്പെടില്ലായിരുന്നു. ഒരു ഷേക്സ്പിയർ നാടകം പഠിക്കാതെ ഡിഗ്രി എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ലിറ്ററേച്ചർ എടുക്കുന്നവരെയും ഷേക്സ്പിയർ നാടകം പഠിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. സത്യമായിട്ടുണ്ട്. വ്യത്യാസം അത് നമ്മുടെ ഈ എഡ്യൂക്കേഷനിസ്റ്റുകൾ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം അറിഞ്ഞാൽ പോലെ എന്താ ഷേക്സ്പിയർ, അയാൾ പഴയ ആളല്ലേ എന്നുള്ള. പക്ഷേ ഷേക്സ്പിയർ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച വളരെ ആഴത്തിലുള്ളതും സൂക്ഷ്മമായ അനുഭവങ്ങൾ, അത് അനുഭവിച്ച് പറയുന്ന ഒരു ഷേക്സ്പിയർ പഠിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ അത് മോൾഡ് തന്നെ ചെയ്യും. ഷേക്സ്പിയർ മാത്രമല്ല, ആന്റൺ ചെക്കോവ് ആരാണെങ്കിലും എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ക്ലാസിക്കുകൾ പഠിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സാംസ്കാരികവും ഒരു മാനുഷികവുമായിട്ടുള്ള ഒരു എസൻസിനെ നവീകരണം മോൾഡ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എങ്ങനെയോ അത് കുറച്ചൊരു മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ക്യാമ്പസ് തിയേറ്റർ, ഇപ്പം നമ്മുടെ SB കോളേജിൽ ഷേക്സ്പിയർ നാടകങ്ങൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കോട്ടയം CMS കോളേജിലെ ഷേക്സ്പിയർ ചെയ്യായിരുന്നു. ഇവിടെ ദേവര കോളേജിലെ ഷേക്സ്പിയർ നാടകങ്ങൾ കളിക്കുമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല കോളേജിലും ഷേക്സ്പിയർ പഠിപ്പിക്കുന്ന ഗംഭീര അധ്യാപകരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ക്യാമ്പസ് തിയേറ്ററിൻ്റെതായ ചില ഉണ്ടായത് മത്സരങ്ങളും
പുതിയ ആവിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടായി. പല കോളേജിലും ഇപ്പോൾ ആൽബർട്സിലൊക്കെ ഞങ്ങൾ മത്സരത്തിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അതല്ലാതെ നാടകങ്ങളുണ്ടായിരുന്നു. മത്സരിക്കാൻ പോകാൻ വേണ്ടിയിട്ടല്ലാതെ ഇപ്പൊ മീഡിയ എന്നുള്ള നാടകം ആദ്യം ചെയ്യുമ്പോൾ അത് 1.5 മണിക്കൂറുള്ള നാടകമാണ് കോളേജ് ചെയ്യുന്നത്. പിന്നെ അത് യൂത്ത് ഫെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളത് 30 മിനിറ്റ് ആക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് യൂത്ത് ഫെസ്റ്റിന് വേണ്ടി ചെയ്ത നാടകമല്ല അത് ആൺകുട്ടികൾ മാത്രമേ കോളേജായിരുന്നു അന്ന്. അപ്പോൾ ഈ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവർ ഒരുമിച്ച് ജീവിക്കേണ്ടത്, പരസ്പരം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം അത് നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് മീഡിയ എന്നുള്ള പിള്ളേർ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് വന്നു കഴിഞ്ഞപ്പോൾ അത് പിന്നെ മത്സരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അതിനെ ചുരുക്കി അങ്ങനെ ചെയ്യുന്നത്. ഇത് പല കോളേജുകളിലും ഇത്തരം ഈ പ്രൊഡക്ഷൻസ് ഉണ്ടാകുമായിരുന്നു. ആ പ്രൊഡക്ഷൻസിന് ഇപ്പോൾ ഇത്തിരി ഈ എഡ്യൂക്കേഷൻ്റെ രീതിയിൽ അതിൻ്റെ പ്രയോറിറ്റീസ് അതിൻ്റെ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള പ്രശ്നമാണ്. ഈ മത്സരത്തിന് പോവുക സമ്മാനം വാങ്ങിക്കാവുന്നപ്പുറത്തേക്ക് അതും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒക്കെ പഠിച്ച കാലത്ത് നാടക മത്സരം യൂണിവേഴ്സിറ്റി മത്സരം 3 ദിവസമൊക്കെ ആയിരുന്നു. നാടക കലോത്സവം 48 ദിവസം 48-50 നാടകങ്ങൾ ദേശീയ തലത്തിലൊക്കെ ഉത്സവം പോലെ നടക്കാറുണ്ട്. എപ്പോഴും ഉണ്ട്. പക്ഷേ 48-50 നാടകങ്ങൾ അതിനകത്ത് 10-20 നാടകങ്ങൾ മികച്ച നാടകങ്ങളായിരുന്നു. ഇപ്പോൾ അത് 12-15 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ 3-4 ഭേദപ്പെട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഷ്രിങ്കിങ് നമുക്ക് എഡ്യൂക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഇനി മാറുമോ എങ്ങനെയോ പറഞ്ഞുവിടാം, ചെയ്യാൻ പറ്റില്ല. നമ്മളെ ചങ്ങനാശ്ശേരി SP കോളേജിൽ നടൻ പ്രേം നസീർ അവിടെ പഠിച്ചതാണ്. എനിക്കറിയാം. അവിടുത്തെ പ്രേം നസീർ ഫൗണ്ടേഷൻ വരുന്ന എല്ലാം ഈ നാടകത്തിന്റെ ആ ഒരു കൾച്ചർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഷേക്സ്പിയൻ തിയേറ്ററിൽ പ്രേം നസീർ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു മാറ്റം ഇപ്പം പുതിയ തലമുറയിൽ ഒരുപാട് മാറി വരുന്നുണ്ട്. കോളേജിൽ അക്കാഡമിക് സ്ട്രക്ചർ മാറി. ഇപ്പൊ തന്നെ ചങ്ങനാശ്ശേരി SP കോളേജിൽ തന്നെ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. എല്ലായിടത്തും ഈ മാറ്റം. അങ്ങനെ വരുമ്പോഴത്തേക്ക് പഴയ അധ്യാപകർ നമ്മൾ പറഞ്ഞ MP പോൾ, മന്മഥൻ മാഷ് പോലെ ഒത്തിരി വലിയ പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. ആ കാലഘട്ടവും കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഒരു മൂല്യച്യുതിയായിട്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വിശേഷിപ്പിക്കാൻ പറ്റും? അങ്ങനെ തോന്നില്ല. ഓരോ കാലത്തിനും ഓരോ ആവശ്യങ്ങളുണ്ട്. ഇപ്പം നമുക്കിതൊന്നും അങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പലപ്പോഴും കോളേജിൽ കൂടെ പഠിച്ചിരുന്ന കാലത്ത് വേറെ പല കാര്യങ്ങളും ചെയ്തും ഒരുപക്ഷെ പഠിക്കാൻ അത്ര എടുക്കാനുള്ള കുഴപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞ പിള്ളേരാണ് നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ ഇവൻ ഒരു ലോകത്തിലെ ഏറ്റവും പ്രധാന സയന്റിസ്റ്റായിട്ട് മാറുന്നത്. അതുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ അങ്ങനെ അത് ഇവർ കണ്ടെത്തലാണ്. അപ്പോൾ അതിനുള്ള നമ്മൾ നിലവിലുള്ള സാഹചര്യം എന്താണ് അതനുസരിച്ചിട്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മനുഷ്യനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ കഴിഞ്ഞും വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന അല്ലെ കുറച്ചുകൂടെ ഈ സാമ്പത്തിക കാര്യം പോകുന്ന രാജ്യമാണല്ലോ അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ ഞാനൊരു 6 മാസം അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പല സ്റ്റേറ്റുകളിൽ നടന്ന് അവിടുത്തെ നാടകക്കാരുമായിട്ട് കാണുകയും സംസാരിക്കുകയും ഒരു 120ഓളം നാടകങ്ങളുടെ തിയേറ്റർ കക്ഷികളായിട്ട് സംസാരിക്കുകയും അവരുടെ ഇന്റർവ്യൂ നടത്തുകയും ഒരു 83 നാടകം കാണുകയും ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള 50 പേര് മാത്രം കാണുന്ന ചെറിയ സ്പേസിൽ ഈ അണ്ടർഗ്രൗണ്ട് അങ്ങനെ സ്പേസിൽ കളിക്കുന്ന നാടകം പോലെ ബ്രോഡ്വേയിലെ 2000 നാടകങ്ങളുടെ സ്ട്രക്ചർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ സാധനവും ഉണ്ട്. പാർക്കിൽ വന്ന് എൻവയോൺമെന്റിനെ കുറിച്ച് ചെയ്യുന്ന ഗംഭീര പെർഫോമൻസസ് ഓപ്പൺ സ്പേസിൽ. ഈ ബൊഹീമിയൻ തിയേറ്റർ എന്നൊക്കെ പറയുന്ന അത് ചില ആളുകൾ ഇങ്ങനെ ഈ തിയേറ്ററായിട്ട് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അവരുടെ ലൈഫ് കളിക്കുന്നു, ഇവിടുന്ന് പോകുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, അവിടെ കളിക്കുന്നു. അങ്ങനെ അവിടുന്ന് കിട്ടുന്ന റിസോഴ്സസ് കിട്ടുന്ന വെച്ച് അങ്ങനെ അതിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അത്തരം മനുഷ്യരൊക്കെ ധാരാളം ഉണ്ട് അവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർ അതിൽ കമ്മിറ്റഡാണ്. അവരത് വെറുതെ ജീവിതത്തോട് ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊരു വലിയ ജീവിതത്തിന് ഉത്തരവാദിത്വം മാറ്റി അതിന് പിന്നെ നടക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്ന അവിടെ പോലും ഒരു തിയേറ്റർ നടക്കുമ്പോൾ അവിടെ പ്രേക്ഷകരായിട്ടും കളിക്കാനും ആൾക്കാർ ധാരാളം ഉണ്ട്. ഒരു കാണാൻ വരുന്നുണ്ട്. സിനിമ കാണാനാണ് പക്ഷെ നമുക്ക് എളുപ്പം. $10 കൊടുത്താൽ ഏതെങ്കിലും തിയേറ്ററിൽ ഓടി കയറാം. പക്ഷെ മറ്റേത് 4 മാസം മുമ്പ് 6 മാസം മുമ്പ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അത്ര ടിക്കറ്റ് കിട്ടാത്ത തിരക്കുകൾ എല്ലായിടത്തും അല്ല, പലതിനും അത്ര തിരക്കുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് മനുഷ്യർക്ക് ഈ സാധനം ആവശ്യമാണെന്ന് പറയാൻ ഉദ്ദേശമുള്ളൂ. പക്ഷേ നമുക്ക് പണ്ടുണ്ടായിരുന്ന പ്രൊഫഷണൽ നാടകം, അമച്ചർ നാടകം എന്നുള്ള വേർതിരിവ് ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എപ്പോഴും അതുണ്ട്. പ്രൊഫഷണൽ അവർക്ക് അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് സംഗതിയാണ്. അവർക്ക് നാടകമാണ് തൊഴിൽ. അപ്പോൾ ഈ നാടകം ഇന്നും ഇവിടെ മാത്രം കളിച്ചാൽ പോരാ, നാളെ കളിക്കണം, മറ്റന്നാളും കളിക്കണം. ഒരു പരിധി കൂടുതൽ ചിലവിനുണ്ടാകാൻ പാടില്ല. ഉണ്ടായി കഴിഞ്ഞാൽ കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. കറക്റ്റാ. അപ്പോൾ അവരതിന് വേണ്ടി 6 ആക്ടേഴ്സ് അല്ലെങ്കിൽ 8 ആക്ടേഴ്സ്, 2 പെണ്ണുങ്ങൾ മാക്സിമം, ഒരാൾ 2-3 റോൾ ചെയ്യാമെങ്കിൽ നല്ലത്. പെട്ടെന്ന് ഫിറ്റ് ചെയ്യാവുന്നൊരു സെറ്റ്, വണ്ടിക്കകത്ത് കയറ്റി അഴിച്ചുകൊണ്ട് പോകാൻ പറ്റുക. വലിയ സ്റ്റേജൊന്നും പറ്റില്ല, കാരണം അത് എല്ലായിടത്തും കിട്ടില്ല. അപ്പോൾ വലിയ സ്റ്റേജ് കിട്ടിയാലും അവർ അത് ചെറുതാക്കി ആ ഒരു മെക്കാനിസം അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കണ്ടന്റ് ആണെങ്കിലും പെട്ടെന്ന് ആൾക്കാർക്ക്, എന്നാൽ ഇത് തീരെ മോശമായി കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല എന്ന് അവർ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്.
ലൈറ്റിങ്ങിനാണെങ്കിലും സെറ്റിനകത്താണെങ്കിലും ആക്ടിങ്ങിനകത്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, കണ്ടന്റ് പോലും ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഇത് ആളുകൾ കാണും, ഇതിനൊരു വർഷം ഒരു 100-150 കളിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം, എന്നെങ്കിലേ ഈ ഇതിനകത്ത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അവർ നവീകരിക്കുന്നുണ്ട്. എക്സ്പെരിമെന്റൽ തിയേറ്റർ അതിന്റെ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. എക്സ്പെരിമെന്റൽ തിയേറ്ററാണ് കുറച്ചുകൂടെ ഒരു വേറൊരു തരം മീഡിയ അറ്റൻഷനിലേക്ക് കൂടുതൽ വരാറുള്ളതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് പല സമയത്ത്. അത് രണ്ടിനും ഉണ്ട്. മീഡിയ അറ്റൻഷൻ ഇപ്പോൾ തിയേറ്ററിനും മാസത്തിൽ പഴയ പോലെ വരുന്നില്ല. പണ്ട് നമ്മളൊരു പ്ലേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളും അതിനൊരു റിവ്യൂ, ഇപ്പം ഫ്രൈഡേ റിവ്യൂ എന്നൊരു പേജ് ഉണ്ടായിരുന്നു ഹിന്ദു, അതിനകത്തൊരു സ്പേസ് പ്രത്യേകം ഒരു നാടകത്തിനും മ്യൂസിക്കിനും. ഇപ്പം ആ പേജ് തന്നെ എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറെ തരത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ചില മീഡിയകളിലൂടെ ഇതിന്റെ എഴുത്തും വായനയും ഓൺലൈനായിട്ട് ഓൺലൈൻ വിഷ്വലുകൾ കുറച്ചുകൂടെ വരുന്നുണ്ട്. അത് അത് നടക്കുന്നുണ്ട്. ഈ ആത്യന്തികമായിട്ട് എങ്ങനെയാണ് മനുഷ്യർ ഇത് ചെയ്യുകയും അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ആര് കാണാൻ വരും, ഇപ്പം എല്ലാവരും കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതില്ല. ഇപ്പം നമ്മളിവിടെ നാടകം കളിക്കുമ്പോൾ ഈ മൊത്തം ഈ നാട്ടിലെ എല്ലാവരും നാടകം കാണാമെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും. അതിൽ കാര്യമില്ല. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പൂനത്തിൽ കുഞ്ഞബ്ദുള്ള മാഷുള്ള സമയത്ത് ഒരു പ്രണത ബുക്സ് നടത്തിയ ഒരു ചർച്ചയുണ്ടായിരുന്നു, ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞിട്ട്. അത് ബുദ്ധിജീവികളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏത് ബുദ്ധിജീവിയുടെ പുസ്തകവും 1000 കോപ്പി വിറ്റഴിയാൻ ഒരു പാടുമില്ല. 3.5 കോടി ജനങ്ങളുള്ളിടത്ത് 5000 പേരെങ്കിലും അതിനോട് ആഭിമുഖ്യമുള്ളവരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയുള്ളൂ നാടകത്തിന്റെ കാര്യം. പിന്നെ നമുക്കിപ്പോൾ 50-ൽ പരം നാടകങ്ങൾ ചെയ്തു പക്ഷെ, അപ്പോൾ അതിൽ ഏതെങ്കിലും നാടകത്തിന്റെ ഒരു ക്ലൈമാക്സ് നമ്മുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതായിട്ടോ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഓരോ നാടകം ചെയ്യുമ്പോൾ ആ കാലത്ത് നമ്മളെ ബാധിച്ചിട്ടുള്ള, നമ്മുടെ നാടിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനകത്ത് അറിയാതെ റിഫ്ലക്റ്റ് വരും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ നാടകം ചെയ്യാറുള്ളൂ. അല്ലാതെ ചെയ്യുന്ന നാടകം പോലും ഇപ്പോൾ ചില നാടകങ്ങൾ നമ്മൾ ചെയ്യാൻ കമ്മീഷൻ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ശാകുന്തളം ആദ്യം ചെയ്യുന്നത് ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഡ്രാമയ്ക്ക് വേണ്ടി. ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഡ്രാമയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശാകുന്തളം അവർക്ക് അവരുടെ സെക്കൻഡ് ഇയറിൽ ഒരു ക്ലാസിക്കൽ സംസ്കൃത് തിയേറ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ക്ലാസിക്കൽ സംസ്കൃത് പ്ലേയുടെ ഒരു പെർഫോമൻസ് അവരുടെ പഠനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന് അവർക്ക് എങ്ങനെ ഒരു സംസ്കൃത് പ്ലേ ഇന്ന് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിന് അവർ എന്നെ പ്ലേ ചെയ്യാൻ വിളിക്കുമ്പോൾ ഏത് സംസ്ഥാനവും ചെയ്യാം, നമുക്ക് ഫ്രീഡം ഉണ്ട്. ഞാൻ ഒരു ശകുന്തളം വേണോ, കാരണം അതിനകത്തൊരു ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, അതിനകത്ത് ഒരു 6 പെൺകുട്ടികളുണ്ട്, ബോയ്സ് 3 പേരേ ഉള്ളൂ. അപ്പോൾ ആണുങ്ങളുടെ എണ്ണം കുറവാണ്. പിന്നെ ഉണ്ട് 3 പേരുണ്ട്, അവർ പക്ഷേ മെയിൻ ഡയറക്ഷൻ ഡിസൈൻ സ്റ്റുഡൻസാണ്. ആക്ടിങ് ഓപ്ഷൻ എടുത്തവരല്ല. ആക്ടിങ് ഓപ്ഷൻ എടുത്ത 3 ആൺപിള്ളേരും 6 പെൺകുട്ടികളുള്ളത്, മൊത്തം 13 പേരാണ്. അപ്പോൾ ഇവരെ വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലേ ഇത്രയും ഫീമെയിൽ ക്യാരക്ടേഴ്സ് വേണം. ഒരു ഫീമെയിൽ മജോറിറ്റിയാണ് ആ ഗ്രൂപ്പിലുള്ളത്. എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ 1-2 പ്ലേ എടുക്കുമ്പോൾ ഒന്ന് ശകുന്തളത്തിലാണ് കുറച്ച് കൂടുതൽ സ്ത്രീകളുള്ളത്, പിന്നെ ഒരു ഭംഗത്തിലാണ് വേണമെങ്കിൽ സാധിക്കാവുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ ഇതിൽ ഏതാ വേണ്ടെന്ന് തീരുമാനിക്കാതെ പോകുമ്പോൾ വെറുതെ തന്നെ ഡയറക്ടർ വാമൻക്കെതിരെ എയർപോർട്ട് വെച്ചിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഹൗ യു ഡിസൈഡ് ടു പ്ലേ? ഞാൻ പറഞ്ഞു, ഐ എം തിങ്കിങ് അബൌട്ട് ശകുന്തള ഒരു പങ്കും ഡു ശകുന്തള വിആർ. അതുകൊണ്ട് വളരെ തമാശക്ക് പുള്ളി പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഇന്ന് എന്താ തന്നെ ആയിക്കളയാം. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ടെക്സ്റ്റ് എടുത്ത് പിന്നെ വായിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ശകുന്തളം ഇന്ന് എനിക്ക് എന്താന്നുള്ള ചോദ്യം വരുന്നത്. അതെ, ഇന്ന് ഞാൻ ജീവിക്കുന്ന കാലത്ത് ശകുന്തളത്തെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക? ശകുന്തളത്തിൽ ഇൻസ്പയർ ചെയ്ത എലമെന്റ് ഏതാ? ശരിക്കും എലമെന്റ് എങ്ങനെയാണ് ഈ സ്ത്രീ പുരുഷന്മാരും സ്ത്രീകളും നമ്മളുടെ ബന്ധം എങ്ങനെയാണ് സ്ത്രീകൾ അബാൻഡൻ ചെയ്യപ്പെടുന്നത്, ഈ പവർ എങ്ങനെയാണ് ഈ ആണുങ്ങൾ ഇതിനകത്ത്. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന എലമെന്റ് ആണോ? അഭിജ്ഞാന ശാകുന്തളം എന്ന എലമെന്റ് അങ്ങ് എടുത്ത് നമ്മൾ കളഞ്ഞു. ഈ മുദ്രമോതിരം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇയാൾ മറന്നുപോയത് എന്നുള്ള കാര്യം നമ്മളെടുത്ത് അത് അണ്ടർപ്ലേ ചെയ്തു, തമസ്കരിച്ചു എന്ന് വേണമെങ്കിൽ അത് എങ്ങനെ അണ്ടർപ്ലേ ചെയ്തു ഉണ്ട് അവിടെ. അപ്പോൾ അത് രണ്ടാമത് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പോലെ അധികം കാര്യങ്ങളുണ്ട്. ഇയാള് എഴുതി വെച്ച കാര്യമുണ്ട്. ഒന്ന് പ്രകൃതിയായിട്ടുള്ള അതൊന്നും അല്ല. ഈ ദുഷ്യന്തനും ശകുന്തളനെ നമ്മുടെയൊക്കെ വായനയിലും പഠനത്തിലുള്ളത് ഇവർ ഭയങ്കര ദിവ്യമായ പ്രേമമായിരുന്നതാണ്. ഇയാൾ ഇഷ്ടംപോലെ പ്രണയങ്ങൾ കഴിഞ്ഞ ആളാണ് ദുഷ്യന്തൻ. ഒരു ഡയലോഗ് ദുഷ്യന്തൻ പറയുമ്പോൾ കൂടെയുള്ള അയാൾ പറയുന്നുണ്ട്, തിരിച്ചു പോകണം, കാട്ടിൽ നിന്ന് പോകാം. ഇല്ല, നിൽക്ക്, ഇങ്ങനെ ഒരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഉടനെ ഇയാളെ ചോദ്യമുണ്ട്, ഈ നഗരത്തിലെ മധുരഫലങ്ങൾ മുഴുവൻ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാട്ടിലെ പുളി തിന്നാനാണോ കൊതി
അതെ 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 അതെ. എന്ന് ചോദിക്കുമ്പോൾ അതിലെ ക്യാരക്ടർ അവിടെ നിർത്തില്ല. നെക്സ്റ്റ് ഡയലോഗ് ഉണ്ട്, നഗരത്തിലെ സ്ത്രീകളെ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം നിങ്ങൾ ഇതൊരു കാട്ടുമണ്ണിന്റെ പിന്നാലെ പോവുകയാണെന്നോടുണ്ട്. അങ്ങനെ കൂടെ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു വാചകം നമ്മുടെ തലയിലേക്ക് എന്തുകൊണ്ട് ഇത് വായനയിൽ കയറുന്നില്ല എന്നുള്ള പ്രശ്നം. സത്യ. അപ്പോഴാണ് ഇയാൾക്ക് അത്ര ശുദ്ധമല്ലാത്ത കാര്യങ്ങളും ഇയാളുടെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 5-ാം അംഗത്തിൽ ഈ ഇയാള് ശകുന്തള ഓർത്തുകൊണ്ട് ഇങ്ങനെ പെയിന്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ വരുന്നത്. അപ്പോൾ ഒരു അകത്തുനിന്നൊരു ഒരു സ്ത്രീയുടെ പാട്ട് കേൾക്കാം. ഉടനെ ദുഷ്യൻ ചെയ്യും, ആരാ പാടുന്നതെന്ന് ചോദിക്കും. ഉടനെ പറയും അത് ഇന്ന ആളാണ് പാടുന്നത്, വേറൊരു പെൺകുട്ടിയാണ്, അവളുടെ അന്തപുരത്തിലുള്ള വേറെ സ്ത്രീയാണ് പാടുന്നത്. ആഹോ, പിന്നെ പാടുന്നതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് ചോദിക്കും. ഇല്ല, അതെനിക്ക് മനസ്സിലായി, ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് 1 മാസത്തിൽ കൂടുതലായി, ഞാൻ താമസിയാതെ അവളുടെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കാന്ന് എന്ന് പറഞ്ഞേക്കാനാണ് പറയുന്നത്. ആ സമയത്താണ് ഈ ശകുന്തള വരുന്നത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വരികൾക്കിടയിൽ കൂടി അത് ഏത് പ്ലേയിലും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പ്ലേക്കകത്ത് കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും പ്ലേക്കകത്തുനിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തോന്നിയ ചില കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടെടുത്തിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു പുനരാവിഷ്കാരം, അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു, എലിവേറ്റ് ചെയ്യുക. അപ്പോഴാ വരുമ്പോഴാണ് ഈ ശാകുന്തളത്തിന്റെ മോതിരത്തിന്റെ കേസ് വരുന്നത്. അപ്പൊ ഇതിനകത്തൊരു കുറച്ച് കഥ പറയുന്ന കുറച്ച് നറേറ്റീവ് സ്ത്രീകളുണ്ട്. മഹർഷി വന്നിട്ട് ശപിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇല്ല, അങ്ങനെ ഒരു കഥ മഹാഭാരതത്തിലില്ലല്ലോ. മഹാഭാരതത്തിന്റെ കഥയാണ് കാളിദാസൻ നാടകമാക്കിയിട്ടുള്ളത്. മഹാഭാരതത്തിൽ ഇങ്ങനെ ഈ ശാപമൊന്നുമില്ല. അവിടെ ഇയാളെ മറന്നുപോയി തന്നെയാണ്, ഇയാൾക്ക് മനഃപൂർവ്വം മറന്നില്ല. അല്ല, അത് മഹാഭാരതത്തിൽ ഇല്ലെങ്കിൽ എന്താ ഇവിടെ പാടില്ല എന്ന് ചോദിക്കും. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കവിയുടെ ഭാവനയാണ് എന്ന് ഒരുത്തി പറയും. കവിയുടെ ഭാവനയാണോ അതോ കവിയുടെ യോജന എന്ന ഹിന്ദി ഉപയോഗിച്ചത് പദ്ധതിയാണോ? ഇയാള് രാജ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയാണ്. അപ്പൊ രാജാവിന് ദോഷം വരുന്ന കാര്യങ്ങൾ എഴുതുക എന്ന് പറയുന്നത് അത് കുറവാണ്. ഓ, ഇപ്പോഴാണ് നമുക്ക് കാളിദാസനെ മനസ്സിലായത്. രാജാവിനെ സന്തോഷിപ്പിക്കാൻ അപ്പോഴാണ് കാളിദാസനെ മനസ്സിലായത്. പറയുമ്പോഴത്തേക്കും അതെന്തൊരിക്കട്ടെ, കഥ മുമ്പോട്ട് വേണം, അത് നമുക്ക് ബാക്കി കളിക്കാം. അപ്പൊ ഈ അപ്പൊ ഫിക്ഷന്റെയും റിയാലിറ്റി, നമ്മുടെ ഇന്നത്തെ റിയാലിറ്റി എങ്ങനെയാണ് കാണുന്നത്, ഇത് ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതോടെ ചേർത്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ കൃതിയെ നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് ചേർത്തിട്ടാണ് ഈ കൃതിയെ വായിച്ചെടുക്കുന്നത്. പിന്നെ അതിനൊരു പെർഫോമൻസ് രൂപം കൊടുക്കുക എന്നുള്ളതാണ്. അത് ആക്ടിങ് വഴി, മറ്റ് മ്യൂസിക് ആണെങ്കിലും ആർട്ടാണെങ്കിലും മറ്റു കൊണ്ട് പെർഫോമൻസ് ആളുകളിലേക്ക് ഈ കാര്യം എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ നാടകത്തിൽ എപ്പോഴും നമ്മൾ ഈ ഓവർ ആക്ടിങ് പാടില്ല. ചിലർ നമ്മൾ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അമിതാഭിനയം പാടില്ല എന്ന് പറയും. പക്ഷെ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അമിതാഭിനയം ഉള്ളതായിട്ട് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ല? അങ്ങനെയൊന്നുമില്ല. നീ അമിതാഭിനയം പാടില്ല എന്നുള്ളത് എന്താണ് ഈ അമിതം, എവിടെയാണ് മിതം, എവിടെയാണ് ബൗണ്ടറി എന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫോം അനുസരിച്ച് റിലേറ്റിവിറ്റി തൊട്ട് ഞാൻ ചെയ്തത് തന്നെ പാട്ടബാക്കി നാടകം ചെയ്തു. പാട്ടബാക്കി വളരെ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ ചെയ്തത്. അതൊരു ഇൻറ്റിമേറ്റ് സ്പേസ് ആയിരുന്നു. വളരെ ഒരു 100-300 പേര് മാക്സിമം. അപ്പം അങ്ങനെ ചുരുക്കി റിപ്പീറ്റ് ഷോ വെച്ചു. നാളെ കാണാം, മറ്റന്നാളും കാണാം, അടുപ്പിച്ച് ഷോ വെച്ചു. അപ്പോൾ അവിടെ നമ്മൾ വളരെ പ്ലേ നടന്നതും ഓഡിയൻസിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ സ്റ്റേജ് ഡിസൈൻ ചെയ്തത്. സ്റ്റേജിലല്ല, അകന്നല്ല, ആളുകൾ നടുക്കും ഇരുന്നും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സട്ടിലായിട്ടുള്ള സംഗതി ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ കർണഭാരം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് വലിയ പ്ലേ ആണ്, കുറച്ചുകൂടെ എക്സാജറേറ്റഡ് പ്ലേ ആണ്. അപ്പോൾ അവിടെ ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിന് ചേർന്ന അതല്ല. ഇത് ഈവൻ നമ്മൾ റിയലിസം, അഭിനയത്തിലെ റിയലിസം, മിതമായ അഭിനയം എന്നൊക്കെ പറയുന്ന സിനിമകൾ എടുക്കുമ്പോൾ കുറസോയുടെ സിനിമയിൽ എവിടെയാണ് ഏത് സ്കെയിലാണ് നിങ്ങൾ പെടുത്തുക? റാഷമോണിനകത്ത് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലഡിനകത്ത് അയാൾ അഭിനയിക്കുന്നത് ഇക്രൂവിൽ അഭിനയിക്കുന്നവരല്ല. അതേ നടൻ തന്നെ ഇക്രൂവിൽ വളരെ തീർച്ചയായിട്ടും ഫോമാണ് പ്രശ്നം. കൊണ്ട് സ്കെയിൽ ഫിക്സ് ചെയ്യും. ഈ പ്ലേക്ക് ഇതാണ് സ്കെയിൽ, ഈ ഫിലിമിന്റെ ആക്ടിങ്ങിന്റെ സ്കെയിൽ മീറ്റർ ഇതാണ്. അതിനകത്ത് നിന്നില്ലെങ്കിൽ ഈ സംഗതി ശരിയാവില്ല. അതിനപ്പുറം രാഷ്ട്രീയം, സാമൂഹ്യം എന്നുള്ള നമ്മുടെ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നായകന്മാരും കുറച്ച് അമിതാഭിനയത്തിലേക്ക് കടക്കുന്നുണ്ടോ? അല്ല, അത് ഒരു ഇംപ്രസ് ചെയ്യുന്നതാണ് പ്രശ്നം. ഈ ഒരു ഇലക്ഷൻ വരുന്നു, 10 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഞാൻ പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയേണ്ടി വരും? എന്തെങ്കിലും ഞെട്ടിപ്പിക്കുന്നതിനും പറയേണ്ടി വരും. ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എക്സ്പ്ലോസീവ് ആയ സംഗതി, അല്ലെങ്കിൽ കുറച്ചൊരു അഭിനയം, കുറച്ചൊരു സംഗതി. അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞു. അത് അവർ പല രാഷ്ട്രീയ കക്ഷികൾക്കും ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും തിയേറ്റർ ട്രെയിനേഴ്സ് ഉണ്ട്.
ഇവരെങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, എങ്ങനെയാണ് കൈയെടുക്കേണ്ടത്, ഇവരുടെ ജസ്റ്റർ എന്താണ്, ഇവരുടെ മാനേഴ്സ് എന്താണ്, ഇവരുടെ കോസ്റ്റ്യൂം എന്താണ്, ഏത് ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഓരോ നേതാക്കന്മാരുടെ സ്ഥലത്ത് വരുന്നത്. കൺസൾട്ടിങ് ആണല്ലോ പുതിയ. അത് കൃത്യമായിട്ട് ചെയ്യുന്ന തിയേറ്റർ ട്രെയിനേഴ്സ് ഉണ്ട്. നമ്മൾ അറിയുന്ന മാത്രമേ ഉള്ളൂ. ലോകധർമ്മിക്ക് അങ്ങനെ ഒരു സ്പേസും കൂടെ ഉണ്ടാവുമല്ലോ. നമ്മളില്ല. അല്ല, ഈ ലോകധർമ്മി എന്ന് പറഞ്ഞ ഒരു ഗംഭീരമായ ഒരു പേരാണ്. ലോകത്തിന്റെ ധർമ്മം എന്നാണോ എന്തും ഏത് രീതിയിലും അതിനെ വിഷ്വലൈസ് ചെയ്യാം. ലോകധർമ്മി തുടങ്ങാനുള്ള ഒരു പ്രചോദനം എവിടുന്നായിരുന്നു? ഒന്നത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് നാട്ടിൻപുറത്ത് നാടകം ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ മണ്ണക്കാട് എന്ന സ്ഥലത്താണ്. കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ നാടകം കളിച്ചു തുടങ്ങി. ഞാൻ സെക്കൻഡ് DC പഠിക്കുമ്പോഴാണ് സ്കൂൾ ഡ്രാമ തുടങ്ങുന്നത്. അപ്പോൾ അതിന് ഞാൻ കോളേജിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂൾ ഡ്രാമ ഇറങ്ങിയപ്പോൾ എനിക്ക് അവിടെ പഠിക്കാൻ പോയ കൊള്ളാൻ ആഗ്രഹമുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. ഞാൻ പോയില്ല. പിന്നെ കെമിസ്ട്രി പഠിച്ചു, അതുകൊണ്ടൊരു കുഴപ്പമില്ല, ജോലി കിട്ടി, അത്യാവശ്യം സുഖമില്ലാതെ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റി, നാടകം കളിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ എറണാകുളത്ത് വന്നതിന് ശേഷം നാടകം ചെയ്തു തുടങ്ങി. അപ്പോൾ ഈ എന്നെപ്പോലെ ഒത്തിരി പേരുണ്ട് സ്കൂൾ ഡ്രാമയിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ, നാടകം ചെയ്യേണ്ട ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ നാടകം ഉണ്ടാക്കുക എന്നുള്ള പോലെ തന്നെ പ്രധാനമാണ് ഇത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടക്കേണ്ട കാര്യമാണ്. നമ്മൾ നാടകം എന്താണ്, ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾ എന്താണ്, അതിൻ്റെ അഭിനയ പദ്ധതി എന്താണ്, വർക്ക്ഷോപ്പുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എങ്ങനെ മാറി വരുന്നു, പുതിയ സംഗതി എങ്ങനെ ഉണ്ടാക്കാം, എൻ്റെ ചരിത്രം എന്താണ്, ഇതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്ര പ്രശ്നം എന്താണ്, ഇതിൻ്റെ ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ ലെയേഴ്സ് എന്തൊക്കെയാണ് എന്ന രീതിയിൽ പഠിച്ചതിന് ശേഷം ആക്ടിങ് തന്നെ പഠിച്ചുകൊണ്ട് അതിൻ്റെ ട്രെയിനിങ് കൂടെ വേണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. അത് എനിക്ക് സ്കൂൾ ഡ്രാമയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് എനിക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെയാണ് 91 നമ്മൾ ഈ തുടങ്ങുന്നത്. അന്നത് പാസവേരി എന്ന് പറഞ്ഞൊരു പേരിലാണ് തുടങ്ങുന്നത്. വേറൊരു ക്ലബ്ബാണ് പാസവേരി. അവരുടെ ഒരു ബ്രാഞ്ച്, അവരുടെ ഒരു കീഴിൽ പാസവേരി നാടകശാല എന്നുള്ള പേരിൽ നമ്മൾ തുടങ്ങുന്നത്. 97 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറണം, രജിസ്റ്റർ ചെയ്ത് എന്ന് വരികയും അങ്ങനെ ലോകധർമ്മി എന്നുള്ള പേരിലേക്ക് വരികയും ചെയ്തു. ലോകധർമ്മി എന്നുള്ള പേരിട്ടത് കാവാലം നാരായണപ്പണിക്കരാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ പേരിൻ്റെ. കാവാലത്തിൻ്റെ നാടകങ്ങൾ ഇപ്പോൾ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? കാവാലത്തിൻ്റെ നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് നാടകത്തോടുള്ള പൊതു സമീപനമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കവാലം മാത്രമല്ല, ആ കാലത്തും അല്ലെങ്കിൽ പിന്നീട് ഇപ്പോഴും ഇന്ത്യയിൽ സജീവമായി നിൽക്കുന്ന നിരവധി നാടക പ്രവർത്തകരെ നമ്മൾ നാടകങ്ങൾ, പ്രസാദ് സാറിൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. ശങ്കരപ്പിള്ള എന്നെ ഏറ്റവും കൂടുതൽ പക്ഷേ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ചെയ്യണം പറഞ്ഞിട്ടുള്ള ശങ്കരപ്പിള്ളയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ക്രിട്ടിക്കലായിട്ടും ഇതാണ് ചെയ്യേണ്ടത്, നീ ചെയ്ത് ഇത് ശരിയാണ്, നീ ഇതൊന്നും ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല പ്രസാദമാണ്. ഇവർ 3 പേരും ചെയ്യുന്നുണ്ട്. പക്ഷെ വല്ലാതെ എന്നെ എൻ്റെ ഫോമിനെയും എൻ്റെ നാടകത്തെയും കുറച്ച് ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഇവരാരുമല്ല, ഹബീബ് തൻവീറാണ്. ഹബീബ് തൻവീറിൻ്റെ നാടകങ്ങൾ ചെയ്യുന്ന രീതി, എങ്ങനെയാണ് കഥ ഇങ്ങനെ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലെക്സിബിൾ ആവുന്നത്, നറേഷനും ആഖ്യാനവും പെർഫോമൻസും പാട്ടും സംഗീതവും മ്യൂസിക്കും മൂവ്മെൻറ്റും ഒക്കെ ഒരേ സമയത്ത് ഇതൊരു പുതിയൊരു നറേറ്റീവ് ഫോം, അതൊരു ഡയറക്റ്റായിട്ട് ഓഡിയൻസോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നറേറ്റീവ് ഫോം, എൻ്റർടൈൻ ചെയ്യുകയും ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫോം എന്താണെന്നൊക്കെ ഒരുപക്ഷെ എന്നെ ഹബീബ് തന്നെ പറയാൻ ഒരു വിഷമമില്ല. പലപ്പോഴും അതിന്റെ മലയാളികൾക്ക് വിഷമം തോന്നുമോ? അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അല്ല, ഇപ്പൊ നമ്മളിപ്പോ മലയാളത്തിൽ സിനിമയെ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ചിലപ്പോൾ വിഷമം വരും. ഇല്ല, ഇതങ്ങനെയല്ല. ഹബീബ് തൻവീറിന്റെ എഴുത്തിന്റെ രീതി, ചെയ്ത്തിന്റെ രീതി, റിഹേഴ്സൽ ചെയ്യിക്കുന്ന രീതി ഞാൻ വളരെ കൃത്യമായിട്ട് പോയിരുന്ന് കണ്ടിട്ടുണ്ട്. ഹബീബിന്റെ പിള്ളേകൾ ഇപ്പം ചരണ്ടാസ്റ്റാർ ഒരു 6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഹബീബ് ജി കേരളത്തിൽ വരുമ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ പോവുകയും അവിടെ നിൽക്കുകയും എങ്ങനെയാണ് ചെയ്യുന്നത് എടുത്ത് കാണുകയും ഒക്കെ ചെയ്യുകയും ചെയ്യായിരുന്നു. ചിലപ്പം ബാംഗ്ലൂരിൽ നിന്ന് നാടകം കൊണ്ട് കാണാൻ വരണമെന്ന് വിളിച്ചു പറയും. അപ്പോൾ അല്ല, ഞാൻ നാളെ ഞാൻ അടുത്ത സ്ഥലത്ത് വെച്ച് കണ്ടോ, ഇല്ല ഇത് ഈ പ്രാവശ്യം കണ്ടില്ല, ഇനി കാണാൻ പറ്റില്ല, ഒന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പോയി കാണുമായിരുന്നു. അത്ര ആത്മബന്ധം ഉണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ഭയങ്കര സംഭവം എന്നാലും പുള്ളിക്ക് എന്നെ ഇഷ്ടമായിരുന്നു, ഇൻസ്പയർ ചെയ്തു. പോയി നമ്മൾ കാണും. ചിലപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് നിന്ന് വൈകിട്ട് പെട്ടെന്ന് പോകണം, നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് റിഹേഴ്സൽ കാണിക്കാം എന്ന് പറഞ്ഞ ആക്ടേഴ്സിനോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പുള്ളി പറയുകയും ചെയ്യുമായിരുന്നു, നീ വരണം, യു ഷുഡ് കം എന്ന് തന്നെ. പിന്നെ നോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മനസ്സിലായി. അത്രയും വലിയ മനുഷ്യനാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷെ അല്ലാണ്ട് തന്നെ എഴുത്തിലാണേലും ചെയ്യത്തിലാണേലും എൻ്റെ ഒരു രീതി എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണുവാരം കളിച്ചിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മഹീന്ദ്ര അവാർഡും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട് നാടകം.
പക്ഷെ പുള്ളിയുടെ കമന്റ് ഉണ്ട്, ഐ ലൈക്ക് എവറി ഇഞ്ച് ഓഫ് യുവർ പ്ലേ. അതാണ് ഏറ്റവും വലിയ നാഷണൽ അവാർഡിനെക്കാട്ടിലും വലുത് ഒരു പക്ഷേ. പക്ഷെ അപ്പം എനിക്ക് അപ്പോഴും ഒരു സംശയം തോന്നുന്നുണ്ട്, ഈ നാടകം അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് പഠിപ്പിച്ചെടുക്കേണ്ടതാണോ അതോ ജന്മന അല്ല നമ്മളെ തന്നെ മോൾഡ് ചെയ്ത്? ഇത് ഒന്ന് ജന്മന നമുക്ക് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല, നമ്മളിത് മോൾഡ് ചെയ്യുക തന്നെ വേണം. കാരണം ഇത് ഒരു പ്രാക്ടീസിങ് ആർട്ടാണ്. അതെ, പ്രാക്ടീസ് ചെയ്യാതെ ഈ സംഗതി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് നവീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള ഒരേ സമയത്ത് ആർട്ടും ക്രാഫ്റ്റുമാണ്. അതെ, ഇപ്പൊ നമ്മളിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം ക്യാമറയിലേക്ക് എന്ന് അറിയേണ്ട ഒരു ക്രാഫ്റ്റിന്റെ സെൻസ് കൂടെ ഉണ്ട്. എന്നാൽ ഇതിങ്ങനെ ഇത് പറയാൻ പാടില്ല, അത് വാക്കൊക്കെ ആളുകളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ആണെന്നുള്ളൊരു ഫീലും ഉണ്ട്. അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടാവണം, അത് പറഞ്ഞു തരാൻ പറ്റണം. നേരെ പറഞ്ഞു തരലാവാം, ചിലപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കാനാവാം, ചിലപ്പോൾ ഇത് കണ്ടും ആലോചിച്ചും ഒബ്സർവ് ചെയ്തെടുക്കുന്നതാവാം, എക്സ്പീരിയൻസ് വഴി വരുന്നതാവാം. പക്ഷെ ഇതിനകത്ത് ഈ ഒറിജിനൽ ഈ ഹ്യൂമൻ എന്ത് അണ്ടർലൈൻ കണ്ടന്റ് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അതെ, അത് നമ്മുടെ നമുക്ക് ക്രാഫ്റ്റേ പഠിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും എങ്ങനെയാണ് ക്യാമറ വെക്കേണ്ടത്, ഒരു ലെൻസ് മാറിക്കഴിഞ്ഞാൽ ഡെപ്ത് എത്ര വരും, അല്ല അതിന്റെ അപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റും. അതെ, ഇത്ര വൈഡ് വരെ പോകും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ല ഇത്ര ഡീപ് ഫോക്കസിൽ ഇത്രയാണ് വേണ്ടുന്ന ലെൻസ് പറയാൻ പറ്റും. അതെ, പക്ഷെ ഇതിൽ ഏതാ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു തീരുമാനമാണ്. ഇത് എന്താ കാണേണ്ടത്, എവിടെ പോകേണ്ടത്, എത്ര വേണമെന്നത് തീരുമാനമാണ്. അപ്പോൾ ഈ ക്രാഫ്റ്റേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, കണ്ടന്റ് എസൻസ് പഠിപ്പിക്കുക, അത് നമ്മുടെ നിലപാടാണ്. അല്ല തീർച്ചയായിട്ടും ആ ഒരു പഠിപ്പിക്കലിൻ്റെ ഒരു ഗുണം ഇവിടെ നിന്നൊരു നാഷണൽ അവാർഡ് വരെ എത്തിയിട്ടുണ്ട്. ആട്ടം സിനിമയിൽ ഇവിടുത്തെ ലോകർഷി മുതൽ നമ്മുടെ ഡയറക്ടർ ഏകർഷി പിന്നെ വിനയ് ഫോർട്ട് മുതൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടുന്ന് തന്നെ വന്നവരാണ്. അപ്പൊ അതൊരു വലിയൊരു ഇൻസ്പയറിംഗ് മൊമെന്റ് ആയിട്ട് നമുക്കൊരു നമ്മൾ ചെയ്ത വർക്കിനകത്തുനിന്ന് ഇവർ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് അവർ ചെയ്തു. അപ്പൊ നമ്മൾ ഒത്തിരി ആളുകൾ ഇപ്പം മുമ്പ് തന്നെ നിരവധി ആളുകൾ ഫിലിം ഫീൽഡിലാണെങ്കിലും ഇപ്പൊ സിനിമയിൽ പോകുന്ന ആൾക്കാരാണ് പെട്ടെന്ന് നമ്മുടെ ഒരു അക്സെപ്റ്റൻസ് വരും. ഇപ്പം റോഷൻ ആൻഡ്രൂസ് ഇവിടെ നമ്മുടെ കൂടെ 4-5 വർഷം ശേഷമാണ് അയാൾ ഡയറക്ഷൻ വന്നത്. നല്ല ഗംഭീര ആക്ടറാവുന്ന ആളാണ്. പിന്നെയാണ് അയാൾ ഡയറക്ടറായിട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ മണികണ്ഠനാണെങ്കിലും വിനയ് ഫോർട്ട് ആണെങ്കിലും ഒത്തിരി പേര് പോയിട്ടുണ്ട്. ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ കുറേ ആൾക്കാർ ഇതിൻ്റെ അക്കാഡമിക്സ് പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇതിനകത്തൂടെ പോയിട്ടുണ്ട്. പക്ഷെ ആട്ടത്തിൽ സംഭവിച്ചത് ഇവരൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തു. ഈ ഗ്രൂപ്പ് ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്തു, അവരൊരു ക്രിയേറ്റ് ചെയ്തു, ഒരുമിച്ച് അവരൊരു പണിയെടുത്തു, അതിന് ഭയങ്കര റിസൾട്ട് കിട്ടി നമുക്ക്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു സംഗതിയാണ്. നമ്മളെ ജീവിതത്തിൽ സിനിമയിൽ എപ്പോഴും നമുക്ക് റീടേക്കുകൾ പറ്റും. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധ്യത, നാടകത്തിൽ റീടേക്കുകൾക്ക് സാധ്യതയും ഇല്ലാത്ത സാധ്യതയും. അപ്പോൾ ഇത് ജീവിതവും നാടകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിലെ ചില കഷ്ടാനുഭവങ്ങൾ നമുക്കൊരു റീടേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി. അതെ, നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഒരു മെറ്റഫറായിട്ട് പറയാം. ജീവിതം പോലെ തന്നെയാണ് നാടകം, മറ്റേത് അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഈവൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര സാധനം എക്സ്ട്രാ ഷൂട്ട് ചെയ്ത് വെക്കും, വേണ്ടി വന്നാൽ എടുക്കുക, അല്ലെ കളയാന്ന് വിചാരിക്കും. ഒത്തിരി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഈ സീൻ തന്നെ വേണ്ടാന്ന് തീരുമാനിക്കില്ലേ, എത്ര സാധനങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ഒരിക്കൽ തീരുമാനിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് ഇംപ്രവൈസ് ചെയ്യാനുള്ള ചില സ്പേസ് ഉണ്ട്. ചില പ്ലേകളിൽ നമുക്ക് ഓഡിയൻസിൻ്റെ ഒരു ഇമ്പൾസ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ. പക്ഷെ അവിടെ ഒരു ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ഈ ആക്ടേഴ്സ് തമ്മിൽ, മ്യൂസീഷ്യൻസ് തമ്മിൽ, ടെക്നീഷ്യൻസ് തമ്മിൽ. തീർച്ചയായിട്ടും ഞാനൊരു സംഗതി ഈ ഒരു സീൻ എടുത്തിട്ട് എൻലാർജ് ചെയ്യാൻ എക്സ്റ്റാഗ്രേറ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ചെയ്യുന്നതിനും മ്യൂസിക് ചെയ്യുന്നതും അറിഞ്ഞില്ലെങ്കിൽ പണി നടക്കില്ല. അവനും അറിയണം ഇത് ഇവരിങ്ങനെ വരാൻ പോവാണ്, ഞാൻ എളുപ്പം നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇവനും അറിയണം ലൈറ്റ് ഇവിടം വരെയാണ് വരിക, ഞാൻ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അതിനകത്ത് നിന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പക്ഷെ നോക്കുമ്പോൾ ഇതൊരു ലൈവായിട്ടുള്ള ആർട്ടാണ്. അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. ഇതൊരു ജീവനുള്ള കലയാണ്. ആ ലൈഫ് മൊമെന്റിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഷോയിൽ വേണം എന്ത് ചെയ്യാം, ഇംപ്രൂവൈസ് മാറ്റാം. അതല്ല ഇങ്ങനെ ചെയ്യുമെന്ന് പറയാം, അത് റിഫ്രഷ് ചെയ്യാം അത് അടുത്ത ഷോയിൽ. അപ്പൊ അവിടെയും ഒരു റിഹേഴ്സൽ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ ഇത് ഒണ്ടിക്ക് തുടങ്ങിയാൽ പിന്നെ അതും നമുക്ക് ശങ്കരപ്പിള്ള സാറാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഈ ബാക്കി ഏത് ഫോമിനും എനിക്കിപ്പോൾ മൂടില്ല, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയാൻ പറ്റും. ഇത് ഫസ്റ്റ് ബെൽ, സെക്കൻഡ് ബെൽ, തേർഡ് ബെൽ അടിച്ച് കഴിഞ്ഞാൽ തുടങ്ങിയേ പറ്റുള്ളൂ. അത്ര എനിക്ക് മൂടില്ലാണ്ട് ഒരു കാര്യമില്ല. എൻട്രി ചെയ്യേണ്ട സെക്കൻഡിൽ നിങ്ങൾ എൻട്രി ചെയ്യേണ്ട ഈ സെക്കൻഡിലാണ് അവിടെ ഡയറക്ടറായിട്ട് മാറിയേ പറ്റുള്ളൂ, അവർക്ക് സ്റ്റേജ് കയറിയേ പറ്റുള്ളൂ, പെർഫോം ചെയ്തേ പറ്റുള്ളൂ. കഴിഞ്ഞ ആ സെക്കൻഡിൽ ഇറങ്ങുകയും ചെയ്യണം, പിന്നെ അവിടെ നിൽക്കാനും പറ്റില്ല. ഒരു സിംഗർക്കാണ് പോലും
എലാബറേറ്റ് ചെയ്യാനോ നിൽക്കാനോ അല്ല ഇപ്പോൾ പാടണം പിന്നെ പാടാന്ന് പറയാനൊക്കെ. പക്ഷെ പെർഫോമൻസ് ആർട്ടിസ്റ്റിന് അത് പറ്റില്ല. ഇപ്പോൾ ഒരു നൊടിയിടയിൽ സംഭവിച്ചേ പറ്റുള്ളൂ. അവിടെ വേറൊരു അപ്പൊ അതിനുള്ള വേറെ തരത്തിലുള്ള തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് അങ്ങനെ ചെയ്യാനുള്ള ശേഷിയുള്ള മെന്റൽ പ്രിപ്പറേഷനും മെന്റലി ഇത് തെറ്റിപ്പോവില്ല, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും റിഹേഴ്സലും ഒക്കെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞാലും ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ഓഡിയൻസിന്റെ മുന്നിൽ വെച്ചിട്ട് യാദൃശ്ചികമായിട്ട് ഒരു കലാകാരൻ ഒരു ഡയലോഗ് മറന്നു പോവുകയോ തെറ്റിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും? അങ്ങനെയൊക്കെ അതൊരു പ്രശ്നമേ അല്ല. അതൊരു പ്രശ്നമേ അല്ല. പലപ്പോഴും ഒരു ഡയലോഗ് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു ആള് രാജാവ് കിരീടം വെച്ച് അഭിനയിക്കുന്നു, കിരീടം താഴെ പോകുന്നു, അങ്ങനെയുള്ള സംഭവത്തിൽ പോലെ ഉണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ കാരണം ഓഡിയൻസ് ഒന്നിരിക്കുന്നത് ഈ നാടകമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ജീവിതം നല്ല നാടകമാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഹ്യൂമൻ എറർ വന്നാൽ അത് ഹ്യൂമൻ എറർ ആണെന്നും അത് സാരമില്ലാത്ത കാര്യമാണെന്നും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ എത്രയോ നാടകങ്ങളിൽ ചിലപ്പോൾ ഡയലോഗ് മറന്നിട്ടുണ്ട്. മീഡിയ ചെയ്യുന്ന സമയത്ത് ജെയ്സണും മീഡിയ ചെയ്യുമ്പോഴത്തേക്കും ജെയ്സണായിട്ട് അഭിനയിക്കുന്ന ശിൽവൻ ഇനി എന്താ പറയുന്നത് പെട്ടെന്ന് സ്റ്റക്കാവുന്നു. കൂടെ മീഡിയ മുത്തുമണിയാണ്, അവള് അഭിനയിച്ചു, അവൾക്ക് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് ആ സീൻ എടുക്കുന്ന ഇയാളെ ചവിട്ടി പുറത്തേക്ക് കളയാനാണ്. നമ്മള് പിന്നെ ആ 2-3 ഡയലോഗ് വെയിറ്റ് ചെയ്യില്ല, നേരെ ചവിട്ടി ബാക്കി എവിടെ പോയി. ഈ ഇടയ്ക്ക് 2 ഡയലോഗ് മറന്ന കാര്യം ശെൽവനും ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു കാണുന്നവർക്ക് അതിനൊക്കെ ഞാൻ ഭീകരസം ഉണ്ടായിട്ടുള്ള കാളിനാടകം ചെയ്യുമ്പോൾ സജിതാ മഠത്തിലാണ് അഭിനയിക്കുന്നത്. ഗോഹട്ടിയിൽ പ്ലേ ചെയ്യുന്നു. ഗോഹട്ടിൽ പ്ലേ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റൂളുണ്ട്. കാളി ഇങ്ങനെ അലറി നിന്നിട്ട് ആ സ്റ്റൂളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചാടി ആണ് എന്നിട്ട് പിന്നെ ഓടിയൊക്കെയാണ് ഈ ദാരികന്റെ പിന്നാലെ പോകുന്നത്. സജിത ഇങ്ങനെ എടുത്ത് ചാടുന്നു, കാല് മടങ്ങുന്നു, കാല് കുത്തി വീഴുന്നു. ഇവിടെ ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, പിടിച്ചെഴുന്നേറ്റ് വരുന്നു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നു, നാടകം നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു 5 minutes ബ്രേക്കിന് ശേഷം നാടകം തുടങ്ങാം എന്ന് പറയുന്നു. ഓഡിയൻസ് കുറെ പേര് സംഘാടകരൊക്കെ ഇല്ല, ഒന്നുമില്ല, സംഘാടകർ വരുന്നു, എന്താ സംഭവിച്ചു പറഞ്ഞു. ഇവിടെ സാരമില്ല, ഓഡിയൻസ് പറഞ്ഞ പ്ലേ ചെയ്യേണ്ട, നിർത്തിക്കോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവർ പറയുന്നത്. അപ്പം ഞാനും പറഞ്ഞു വേണം നമുക്ക്, കാരണം ഒരാളുടെ ഫിസിക്കലി ഇൻജേർഡ് ആയിരിക്കുന്നു. ഫുട്ബോളാണെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അടുത്ത ആളെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ സജിത കൊണ്ടില്ല, എനിക്ക് കളിക്കണം. എങ്ങനെ കളിക്കണം? നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് 5 മിനിറ്റ് ഗ്യാപ്പോടെ ഞാനും ആക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞു പ്ലേ ചെയ്യാൻ പോവാണ്. സജിത ഇരുന്നുകൊണ്ട് മാത്രം സംസാരിക്കും, നീ എഴുന്നേക്ക് ഓടുക നടക്കുന്നൊന്നുമില്ല. ഒരു സ്റ്റൂളിൽ സജിത അവിടെ ഇരിക്കും, ഫുൾ ഡയലോഗ്സ് ഇരുന്നുകൊണ്ട് അഭിനയിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. അത് ശരി, ഒരു പ്രശ്നം ഉണ്ടായില്ല. പെയിൻ വെച്ചോണ്ടായിരിക്കില്ല, പെയിൻ വെച്ചോണ്ട് അത് ചെയ്യുന്നത്. പക്ഷെ ആ ഡിസൈൻ വേറെ തരത്തിലേക്ക് മാറി. നേരത്തെ ഡിസൈൻ ആ പ്ലേയുടെ ഡിസൈൻ മാറി. പക്ഷെ അതിന് തമാശ അതല്ല, ഇത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നി മറ്റേനെ കഴിഞ്ഞ്. അടുത്ത ഷോ മുതൽ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യണ്ട, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ എല്ലാ സ്റ്റേജിലും സജിത ഈ കാളിയുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. ആ എഴുന്നള്ളത്ത് മുമ്പാണ് ഈ സാധനം വരുന്നത്. അത് കാളിനെ ഹാഫ് കിട്ടുമ്പോൾ ഇങ്ങനെ എഴുന്നള്ളിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് മൊത്തം ഒരു പാട്ടുണ്ട്. ഈ പാട്ടിൻ്റെ അവസാനം ഈ ഒരു സ്റ്റേജിലിരുത്തി ഇട്ടാണ് എന്ത് ചെയ്യുന്നത്, കാളി ഡയലോഗ് തുടങ്ങുന്നത്. അവിടെ വെച്ചത് മാറ്റിയത് ഹാഫ് കട്ടൻ്റെ പിന്നിൽ കാളിയുടെ കിരീടം മാത്രമേ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നു. അത് വേറൊരാളെ പിടിച്ചേക്കുന്ന കിരീടം, കാളിയല്ല. ഈ കിരീടത്തിനൊപ്പം ആ പാട്ട് വരുന്നത്. ആ പാട്ട് വന്ന് അത് കിരീടം ഒരു സ്റ്റൂഡിൻ്റെ ബാക്കിയിരുന്ന് അപ്പോൾ സജിത പുറകെ നടന്ന് അവിടെ ഇരുന്ന് ബാക്കി വെച്ച് കിരീടം കെട്ടിക്കൊടുത്ത് ആൾക്കാർ പൂക്കളൊക്കെ എറിഞ്ഞ് കിരീടം മാറ്റുമ്പോൾ സജിത ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ കിരീടം മാത്രം വരുന്ന കാളിയുടെ ആക്ടർ അതിനകത്ത് പിന്നെ കയറിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലേക്കാണ് അവിടെ അത് മാറ്റി ചെയ്തത്. പിന്നീടുള്ള എല്ലാ ഷോയിലും അങ്ങനെ ചെയ്തിട്ടുള്ളത്. ലൈവായിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ് അത്തരത്തിലുള്ള അനുഭവങ്ങളും നമുക്ക് പ്ലേയിലുണ്ടാവും. അത് ഏറ്റവും വിഷമം പിടിച്ച അനുഭവം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അത് സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും? അല്ല, സ്റ്റേജിൽ നിന്ന് നമുക്ക് ഏറ്റവും നമുക്ക് വിഷമമല്ല, ഈ നാടകത്തിനായ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ട് മോശമായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാം, കർണഭാര നാടകം എൻ്റെ ഏറ്റവും ഒത്തിരി കളിച്ചിട്ടുള്ള ഒരു പ്ലേ ആണ്. ഇന്ത്യയിൽ കളിക്കാത്ത സ്ഥലങ്ങളില്ല. ബാംഗ്ലൂർ ഒരു ഷോ
കണ്ണുപാരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ മുഴുവൻ പങ്കെടുത്ത ഓഡിയൻസിലിരിക്കും. ഗിരീഷ് കർണാട് നാടകത്തിന് മുമ്പ് സ്റ്റേജിൽ വന്നിട്ട് അനന്തമൂർത്തിയാണ് ഇൻവൈറ്റ് ചെയ്തത്, കേന്ദ്ര അക്കാദമിയുടെ പരിപാടി. ഗിരീഷ് കർണാട് വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു, ഐ എം ഗിരീഷ് എന്ന് പറഞ്ഞിടത്ത് വന്നിട്ട് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് നാടകം കഴിഞ്ഞിട്ട് സംസാരിക്കാൻ നിൽക്കില്ല, കാരണം എനിക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് പ്ലേ കഴിഞ്ഞ് അപ്പോഴേ പോകും, അതുകൊണ്ട് ആദ്യം വരുന്നതൊക്കെ പറഞ്ഞ് ഇപ്പോൾ അങ്ങനെയുള്ള VIPs മാത്രം ഇരിക്കുന്ന ഒരു പെർഫോമൻസ്. തലേദിവസം ഞങ്ങളവിടെ എത്തി, ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു, ഇഷ്ടമുള്ള എന്തും ഭക്ഷണം കഴിക്കാം, റെസ്റ്റ്, റിലാക്സേഷൻ, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഈ ഓടിപ്പിടിച്ച് എന്നിട്ടില്ല, നാടകം തുടങ്ങിയിട്ട് എന്താവുന്നില്ല, അതിനൊരു എനർജി കിട്ടുന്നില്ല, അതിങ്ങനെ നനഞ്ഞ പഴുതിന് പോലെ എനിക്ക് കിടക്കുകയാണ്. ഞങ്ങൾ സ്റ്റേജിൽ കയറിയ പിന്നെ ഇറങ്ങുന്നില്ല ആക്ടേഴ്സ്, അവിടെ ഒന്ന് ഫുൾ ടൈം ഞാൻ എൻ്റെ പുറകെ പോയി ഇനി മിഴാവ് കൊട്ടുന്നിടത്ത് പോലും ഒരു ഊർജ്ജമില്ല. എന്താ എല്ലാം കറക്റ്റാണ്, ഡയലോഗ് തെറ്റിയിട്ടില്ല, ലൈറ്റിങ് തെറ്റിയിട്ടില്ല, മ്യൂസിക് തെറ്റിയിട്ടില്ല, പൊസിഷൻ തെറ്റിയിട്ടില്ല, എല്ലാം കറക്റ്റാണ്. പക്ഷേ നാടകത്തിൻ്റെ എനർജി മാത്രം മിസ് ചെയ്യുന്നു. ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി ബാക്കിൻ്റെ സ്റ്റേജിൻ്റെ ബാക്കി കട്ടണ പറഞ്ഞിട്ട് എനർജി ഇല്ല എന്നൊക്കെ ആണെന്ന് പറഞ്ഞു നോക്കി, പിന്നെ ഞാൻ വിട്ടു. ഇതിൻ്റെ തമാശ, ഈ നാടകം നാഷണൽ സ്കൂൾ ഡ്രാമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ, വീഡിയോ റെക്കോർഡ് ചെയ്ത് അവരെ ആർക്കൈവിലേക്ക് വെക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിരുന്നു. ജയശ്രീ എന്ന് പറഞ്ഞ ഒരു സംവിധായകയാണ്, കന്നഡയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പത്മശ്രീ കിട്ടിയിട്ടുള്ള വലിയ കക്ഷിയാണ്, അവരാണ് ചാർജ്. ഇത് പ്ലേ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം എന്നോട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്ര, ഐ നോ ദാറ്റ് ദി പ്ലേ ഇസ് നോട്ട് ലൈക്ക് ദിസ്, വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഐ ഡോണ്ട് നോ, ദർ ഇസ് നോ റീസൺ ഫോർ ദ പ്ലേ ടു ലൂസ് ഇറ്റ്സ് എനർജി. അതെന്താ ഐഡന്റിഫൈ ചെയ്തില്ലേ? അപ്പോൾ ഇല്ല, ഇത് എങ്ങനെയോ ഇത് ഹ്യൂമൻ ഇമ്പൾസ് ആണ്, എനർജി, ഒരു താളം നഷ്ടം. അത് എവിടെ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ല. അത് ആ സ്പേസിൽ നമ്മുടെ ടാഗോർ തിയേറ്റർ അത്ര നല്ലൊരു സ്പേസും അല്ല, ഒരു എക്സ്ട്രാ എനർജി കൊടുക്കേണ്ടതാണ്. ഒരു കോണ്ടാക്ട് കിട്ടുന്നില്ല, ഓഡിയൻസുമായിട്ട് കണക്ഷൻ കിട്ടുന്നില്ല. ഓഡിയൻസ് വളരെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കും, ഇവർ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കന്നഡ പത്രങ്ങളിൽ ഒരു ബോക്സ് വരച്ചിട്ട് നോട്ട് ഇത് മിസ് ചെയ്യരുത്, ഇത് ഗംഭീര സംഭവം കൊണ്ട് പ്രത്യേക വാർത്ത വന്നിട്ടുള്ള അങ്ങനെ വന്ന ഷോയാണ്. സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഷോ. പക്ഷെ ആ വെരി സ്പെഷ്യൽ ഷോയ്ക്ക് ഇറ്റ് ലാക്ഡ് എനർജി. പക്ഷെ അവർക്കത് കണ്ടു മനസ്സിലായി, ഇങ്ങനല്ല ഈ സംഗതി എന്നവർക്ക് മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഈ നാടകത്തിന് ഇങ്ങനെ സംഭവിക്കാം, ഇതൊരു ലൈവ് ആർട്ട് ഫോമാണ്. ഓക്കെ, അതിനും സാധ്യതയുണ്ട്. ഇതല്ലാതെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് രീതിയിൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ ലിമിറ്റേഷൻസിനൊക്കെ കവർ ചെയ്തുകൊണ്ട് അതിഗംഭീരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ KLF അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, കാലിക്കറ്റ്. KLF ഒരു പറഞ്ഞ 5 മലയാള നോവലുകളെ നമ്മൾ എന്ത് ചെയ്തു, വിഷ്വലൈസ് ചെയ്തു. ഒരു 30 minutes വീതം വെച്ചിട്ട് മ്യൂസിക്കും പെർഫോമൻസും കുറേ റീഡിങ്ങും ഒരു തിയേറ്ററിക്കൽ റെൻഡറിങ്, ഒരു ക്രോസ് ഓവർ ബിറ്റ്വീൻ ലിറ്ററേച്ചർ, തിയേറ്റർ ആൻഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു. അത് ചെയ്യുന്നത് വളരെ സ്റ്റേജിലല്ല, ഓഡിയൻസ് കസേരയിൽ, ചെറിയ സ്റ്റേജല്ല. അതുകൊണ്ട് അവിടെ ഇല്ലാത്ത നമ്മൾ ഫ്രണ്ടിൽ 4 കസേര മാറ്റി കുറച്ച് 2 ലെവലൊക്കെ ഇട്ട്, ലൈറ്റ് ഒന്നുമില്ല, മ്യൂസിക് ഉണ്ട്, ലൈവായിട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്, ഓഡിയൻസ് ഉണ്ട്, പകലാണ്, കുറേ ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചേർത്ത് കിട്ടുന്നൊരു ബുന്നൊരു പോക്കുണ്ട്. ഇപ്പോൾ ബെന്യാമിൻ്റെ നോവലാണെങ്കിലും വിജയൻ്റെ ധർമ്മപുരാണാണെങ്കിലും മോഹൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് രസമായിട്ടാണ് പോവുക. ഇപ്പോൾ ഈ ഓതേഴ്സ് എല്ലാം ഉണ്ട്, മോഹനോട് ഇരിപ്പുണ്ട്, ബെന്യാമിന് ഇരിപ്പുണ്ട്, ധർമ്മപുരാണൻ MAV വന്നിരിപ്പുണ്ട്, അവർക്കൊക്കെ ഇത് കൊള്ളാം. അപ്പോൾ മോഹൻ പറഞ്ഞത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, ഇത് ഫുൾ പ്ലേ ആയിട്ട് നിങ്ങൾ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കേരളീയ കലാശി കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ സാധിച്ചെടുത്തു ചോദിക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല, ബെയർ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ്, വലിയ കോസ്റ്റ്യൂംസ് ഒന്നുമില്ല. അതിനൊന്ന് പുനരാവിഷ്കരിക്കുക, എസൻസ് ഓഫ് ദിസ് നോവൽ എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഭീകരമായിട്ടാണ്. മറ്റിടത്ത് എല്ലാ ഫെസിലിറ്റിയും വെച്ചിട്ട് എന്ത് ചെയ്തില്ല, നമുക്ക് റിസൾട്ട് കിട്ടിയില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഈ മഴവില്ല് പോലെ നമ്മുടെ ക്യാമ്പുകൾ നടത്തുന്നുണ്ടല്ലോ റെഗുലറായിട്ട്. ഇപ്പൊ ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നതിന്റെ പിന്നിൽ ഒരുപാട് എഫർട്ട് വേണ്ടി വരില്ല, കോർഡിനേഷൻ ടീം വേണ്ടി വരും. അപ്പോൾ അതിൽ വലിയ ടീമുണ്ടോ നമ്മൾ? ഉണ്ട്. എനിക്ക് ലോകതമ്മി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഞാൻ മാത്രമല്ല, അതിനകത്തൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഇപ്പോൾ ഡയറക്ടർ, ഇപ്പോൾ ഞാൻ ഒന്ന് വൈകിട്ട് പെർഫോം ചെയ്യണം, ഞാനത് നോക്കുന്നേ ഇല്ല. 5 ഗ്രൂപ്പായിട്ട് 4 ഗ്രൂപ്പായിട്ട് വെച്ചിട്ട് 4 പേരെ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവരോടും പറയണ ഒരു പരിധിക്കുള്ള ഇടപെടരുത് പിള്ളേർക്ക് വിട്ട പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനദർ ലെയർ ഓഫ് ആക്ടർ ട്രെയിനേഴ്സ്, ഒരു ബഡ്ഡിംഗ് ഡയറക്ടേഴ്സ്, മ്യൂസീഷ്യൻസ്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന
ആക്ട് ഉണ്ട്. ഇപ്പോൾ ചില കേസിലൊക്കെ ഇപ്പോൾ ഞാൻ പോകത്തേ ഇല്ല, നിങ്ങൾ പോയി ചെയ്തിടാൻ പറഞ്ഞ് വിടത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ലെവൽ ഫാളുണ്ട്. പിന്നെ ഇവിടെ നെക്സ്റ്റ് വേറൊരു ഇതുണ്ട്, ഇവിടെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. ഇപ്പോൾ തിയേറ്ററിന് ഒരു മാനുഫാക്ചേഴ്സ് ഫോറം പോലെ വാടകയെന്ന് പറഞ്ഞാൽ വേറെ തിയേറ്റർ പേഴ്സൺ ആയിരിക്കും, അയാൾ ഇൻഡിവിജ്വൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സാങ്കുട്ടി നീ വന്ന് ഈ സാധനം ചെയ്യണമെങ്കിൽ സാങ്കുട്ടി വരും, അല്ലെങ്കിൽ അന്ന് വരാൻ പറ്റാതെ. അപ്പം അങ്ങനെ വിളിച്ചാൽ വന്ന് ഇതിനോട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ട്രെയിനേഴ്സും ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്പേസ് വന്നപ്പോഴും വ്യത്യാസം, ഇതിപ്പം അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ താമസിക്കാനും സൗകര്യം. ഇതുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഇപ്പം കളിനാടകത്തിൽ ഉണ്ടല്ലോ, പല നാടകങ്ങളിൽ ഇപ്പോൾ കളിക്കുന്നതിനകത്ത് കണ്ണൂരുകാരും തിരുവനന്തപുരംകാരും ഒക്കെ ഉണ്ട്. ഈ ഞായറാഴ്ച ക്ലാസ് തിരുവനന്തപുരത്തു നിന്നും വയനാട്ടിൽ നിന്ന് ആൾ വരുന്നുണ്ട്. ചിലർ യാത്ര ചെയ്ത് തലേസോടെ വന്ന് താമസിച്ച് ക്ലാസ് കഴിഞ്ഞ് പിറ്റേ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു കുറച്ചുകൂടെ ഒരു എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള നമുക്ക് പല ഭാഗത്തു നിന്നുള്ള ആളുകൾ റിസോഴ്സസ് എത്തിച്ചേരാനുള്ള ഒരു സ്പേസ് ആയിരുന്നു. മറ്റേതൊരു ലോക്കൽ ഗ്രൂപ്പായിരുന്നു, എറണാകുളത്തോ തൃപ്പൂണിത്തുറയോ അല്ല അവിടെയുള്ളൊരു ഇതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഇവർ പെർമനൻ്റ് ആണെന്നില്ല. ഈ പിള്ളേർ നിങ്ങളുണ്ട്, അടുത്ത പിള്ളേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല, വേറെ ആളേക്കും വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ കോളേജ് നാടകങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് ഇപ്പോഴും കുറേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കോളേജിൽ നാടകങ്ങൾ പരിശീലിപ്പിച്ചിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, കുട്ടികളുമായിട്ട് ചേർന്ന് എന്നുള്ള അത്രയും എക്സ്പീരിയൻസ് ലോകധർമ്മി പോലെ ഇങ്ങനെ ഒരു ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിൽ കുറേ സഹായിച്ചിട്ടുണ്ടാവില്ലേ? ഒരു പക്ഷേ ഉണ്ട്. കാരണം ഞാൻ ഒരു പക്ഷേ ഇത് സൈമൾട്ടേനിയസ് ആണ് തുടങ്ങിയത്. ലോകധർമ്മിയിൽ തുടങ്ങിയ ആക്ടിങ് ട്രെയിനിങ് പോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും ഇപ്പം ആൽബർട്സിലെ പിള്ളേർക്ക് സമ്മാനം കിട്ടുന്നതിൻ്റെ പിന്നിൽ രഹസ്യമുണ്ട്, ആർക്കും അറിയില്ല. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണിക്ക് പിള്ളേരോട് വരും. അതെ. എന്നിട്ട് ഉച്ചവരെ ഒരു 1 മണി 1:30 വരെ വർക്ക്ഷോപ്പുകളാണ്. ഫുൾ ഇയർ. അതിനകത്ത് നാടകം പഠിപ്പിക്കൽ മാത്രമല്ല, നാടകം പഠിപ്പിക്കലല്ല, നാടകം ട്രെയിനിങ് ഓഫ് തിയേറ്റർ ആണ്. ആക്ടിങ് ട്രെയിനിങ് ആണ്. അങ്ങനെ വരുമ്പോഴും മത്സരം വരാൻ പോകുന്നത്. അപ്പോൾ അതിനും പിന്നെ നാടകം ചെയ്യാമെന്ന് പറയും, അതിനെ പറ്റിയ ആൾക്കാർ ഇതിനകത്ത് കണ്ടുപിടിക്കുകയും ഇത് നീണ്ടു നിൽക്കുന്നത് അങ്ങനെയാണ് പ്രിപ്പയർ ആവുന്നത്. ഒരു തിയേറ്റർ ട്രെയിനിങ് എങ്ങനെ ഇത് ട്രെയിൻ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ അവരെ ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോഴാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മൾക്ക് ചില വരുന്നത്. അത് ഓരോ സ്ഥലത്ത് ഇപ്പോൾ കാലം കഴിയുന്നവരുണ്ടാകുന്നൊരു മെച്ചം കൂടെ കാണണം. ഇപ്പോൾ കുട്ടികളോട് വർക്ക് ചെയ്യുന്ന പോലെ അല്ല സ്കൂൾ ഡ്രാമയിൽ പഠിപ്പിക്കും. നാഷണൽ സ്കൂൾ ഡ്രാമയിലെ കുട്ടികളോട് വർക്ക് ചെയ്യുന്നത് വേറെയാണ്. അവിടെ കിട്ടുന്ന ഫെസിലിറ്റിയും അവിടെ കിട്ടുന്ന സ്റ്റാഫും വേറെയാണ്, എല്ലാം വേറെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വാരണാസിയിലെ സ്റ്റുഡൻസുമായിട്ടാണ് ഒരു പ്ലേ ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു എനർജിയും അവരുടെ ഒരു അതും വേറെയാണ്. തീർച്ചയായും അതിനെ നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്കിത് ഈ കിട്ടുന്ന റിസോഴ്സിനോട് എന്താ നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന അല്ലാത്ത വർക്ക്ഷോപ്പ് ഉണ്ട്. ഇപ്പം ടാറ്റ എയറോസ്പേസിന് വേണ്ടി വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്, സ്ഥിരം ചെയ്യുന്നുണ്ട്. അവിടെ വരുന്നത് അവിടുത്തെ കൂടിയ എൻജിനീയേഴ്സ് അങ്ങനെയുള്ള ഓഫീസേഴ്സൊക്കെയാണ് വരുന്നത്. അവരുടെ ഉദ്ദേശ നാടകങ്ങൾക്ക് എല്ലാവരും വിമാനം ഉണ്ടാക്കലാണ്. പക്ഷെ അവരുടെ കൂടെ ചെയ്യുമ്പോൾ ഒരു 3 ഡേ വർക്ക്ഷോപ്പ് അവരുടെ ഒരു പെർഫോമൻസ് ചെയ്യണം. അപ്പം അതിനെ അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളത് വേറെ രീതിയിലാണ്. ഇതെല്ലാം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ പഠിപ്പിക്കും. അഭിനയം സിനിമയിലേക്കുള്ള ഒരു അല്ല, അത് ഞാനത് അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടല്ലെങ്കിലും സീരിയസ് ആയിട്ടില്ല. ഞാൻ ബേസിക്കലി ഞാൻ തുടങ്ങുന്ന ആക്ടറായിട്ടാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഭിനയിക്കുകയും ബെസ്റ്റ് ആക്ടറായും ചെയ്തു. എനിക്കിഷ്ടം അഭിനയിക്കാൻ തന്നെയാണ്, ഡയറക്റ്റ് ചെയ്യാനല്ല. ആക്ടർ ആവാൻ തന്നെയാണ് നമ്മൾ തുടങ്ങി വന്നത്. പക്ഷേ 87-ൽ ഒരു പ്ലേ ഡയറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു വരുമ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നു. ആ പ്ലേ ആൾക്കാർക്ക് ഇഷ്ടമാകുകയും ഇത് ഇയാൾ കൊള്ളാമല്ലോ എന്നൊരു സാധനം വരികയും ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് പ്ലേ ഡയറക്റ്റ് ചെയ്യേണ്ടി. പിന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പ്ലേ ഞാൻ അഭിനയിക്കില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂറ്റി അങ്ങനെ ആയി. അത് പിന്നെ അങ്ങനെ അതായിപ്പോയി. ഇടയ്ക്ക് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, വേറെ ആൾക്കാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ശിഷ്യന്മാർ ചെയ്യുമ്പോഴും ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് വലിയ റോളും ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. 80s, 85, 86, 87, 88 ആ പീരീഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. നാടകങ്ങൾ ചെയ്യണോ, സിനിമ ചെയ്യണോ, എഴുതണോ, ഇതിലൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പോയി. എനിക്ക് കിട്ടിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആപ്പാടെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് സിനിമയ്ക്കാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 36 ദിവസത്തെ ഒരു റിഫ്രഷ് കോഴ്സ് ഉണ്ട്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അരവിന്ദനായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമായിരുന്നു. അരവിന്ദനായിട്ടൊരു തമ്പൊക്കെ ചെയ്ത് പുള്ളിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരു 13 ലക്കമായിട്ട് ഫിലിം മാഗസിനും ഡിഫോക്കസ് അത് മെയിൻ ആയിട്ട് ഇതായിട്ട് വന്ന ഇപ്പോൾ അത് വലിയൊരു പുസ്തകമായിട്ട് ഒരു വന്നിട്ടുണ്ട്. അരവിന്ദൻ്റെ ലൈഫിലെ ഏക ഇൻ്റർവ്യൂ ആണ്, പുള്ളിയാണ് സംസാരിക്കില്ലായിരുന്നു. ഒള്ളി ഇൻ്റർവ്യൂ വിത്ത് അരവിന്ദൻ. അതിപ്പോൾ DC ബുക്സ് അത് ചെറിയ മനുഷ്യനും വലിയ ലോകം എന്നുള്ള അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം പുള്ളിയായിട്ടും
ഒക്കെ പരിചയമായി. അക്കാലത്ത് ഇങ്ങനെ അത് ചെയ്യണമെന്ന് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി. സ്ക്രിപ്റ്റ് സംവത്സരങ്ങൾ അതിൻ്റെ പേര്. അത് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ടുള്ള സമുദ്ര പടക്കത്തിലാണ് അത് കാണിക്കേണ്ടതെന്ന് അയാൾ പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നത്. അത് 1-2 ഫെസ്റ്റിവലൊക്കെ അത് കളിച്ചു. പിന്നെ അവർ തമ്മിൽ ഉടക്കായപ്പോഴാണ് അത് മാറ്റിയത്. ഓംപുരി ആണ് അഭിനയിച്ചിരിക്കുന്ന ആക്ടർ. മെയിൻ റോൾ അഭിനയിച്ചിരുന്നത് മെയിൻ റോൾ അല്ല, ഓംപുരി വൺ ഓഫ് ദ മെയിൻ റോൾ. വലിയ സ്റ്റാർ കാസ്റ്റാണ്. മുരളി, ഓംപുരി, ഇന്നസെന്റ്, രാജൻ പി ദേവ്, ശ്രീനിവാസൻ, കൃഷ്ണൻകുട്ടി നായർ, എല്ലാം വലിയ താരങ്ങൾ, KPS ലളിത. അങ്ങനെ ഉള്ള അതൊരു വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടൊരു ഫിലിമാണ്. ഇത് കണ്ടിട്ടാണ് അരവിന്ദൻ എന്നോടൊരു ഇഷ്ടം തോന്നുന്നത്. ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഫീലിംഗ് അരവിന്ദൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ഫിലിം എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യം ഫോണിൽ സംസാരിച്ചാൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. എണ്ണപ്പാടം എൻ്റെ എണ്ണപ്പാടം സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടി അത് പിന്നെ വേറെ ആൾ ചെയ്തു. സംസാരിച്ചപ്പോഴത്തേക്കും ശങ്കരപ്പിള്ള സാർ ഒരു ദിവസം എന്നെ കണ്ടിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്യുമെൻ്ററി ഫിലിം ഡയറക്റ്റ് ചെയ്തു. സിസ്റ്റർ എലീഷ എന്ന് പറഞ്ഞു ഉണ്ടല്ലോ, അവരെ കുറിച്ചൊരു ബയോപിക് ചെയ്തിട്ടുണ്ട്, ഒരു 1 hour. 3 പേരാണ് എലീഷ അഭിനയിക്കുന്നത്. ഒന്ന് ബിന്ദു പണിക്കരാണ് അത് മിഡിൽ ഏജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശങ്കരപ്പിള്ള സാർ കണ്ടിട്ട് ഇയാൾ എന്തോ സിനിമയിലൊക്കെ എന്തോ പണി ചെയ്യുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വലിയ ഹാപ്പിയായി, ഇങ്ങനെ സന്തോഷമായി. സാറേ അത് ഇങ്ങനെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി ഒന്ന് ഡോക്യുമെൻ്ററി ചെയ്തു, ഞാൻ അടുത്തൊരു സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചനയുണ്ടെന്ന് പറഞ്ഞു. സാർ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു, അതേ പണത്തോടും പ്രശസ്തിയോടും വലിയ ആർത്തി ഇല്ലെങ്കിൽ സിനിമ വേണ്ട നാടകം ചെയ്താൽ മതി. ഇവിടെ സിനിമ ചെയ്യാൻ കണ്ടോണ ആളുകളുണ്ട്, നാടകം ചെയ്യാൻ ആളില്ലാത്തത്. എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് കൊണ്ട് പറയാൻ പറ്റില്ല സ്കൂളിൽ പഠിക്കുന്നത്. കാരണം അവർക്കൊരു തൊഴിലില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാനൊരു പണി ഉണ്ടാവണം. തനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ജോലിയൊക്കെ ഉണ്ടല്ലോ, ആലോചിച്ച് നോക്കുന്നതുകൊണ്ട് സാറാ പോയി. ആ സമയത്ത് വാസിലൊരു പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ കുമാരനാശാൻ്റെ നളിനി ബേസ് ചെയ്തിട്ട്, നളിനി അല്ല ആശാനെ കുറിച്ച് സ്റ്റഡിയും കൂടെ ആയിട്ടൊരു പക്ഷേ പറയുന്നത് നളിനിയുടെ കഥയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് കാസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ലൊക്കേഷനൊക്കെ കണ്ട് അരവിന്ദൻ്റെ അടുത്തത് സണ്ണി ഹൗസ് ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞ് ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അരവിന്ദൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. പറയാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യേണ്ട, അത് നമുക്ക് സിനിമ ആയിട്ട് ചെയ്യാം. ദൂരദർശൻ അത് അപ്ലൈ അതിൻ്റെ സെലക്ഷൻ പറ്റി ഞാനുണ്ട്, നമുക്കത് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ ഒക്കെ നിൽക്കുന്ന ആ ആഴ്ചയാണ് ഈ ഡയലോഗ് കേൾക്കുന്നത്. അതെ, പിന്നത്തെ ആഴ്ച അരവിന്ദൻ മരിച്ചു. ഇത് രണ്ടും ആയപ്പോഴത്തേക്ക് ഈ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് തൽക്കാലത്തേക്ക് എന്തില്ല സിനിമയും അഭിനയം വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ബ്ലസ്സിയുടെ പടത്തിൽ തന്മാത്രയിൽ പെൺകുട്ടി വേണം. അപ്പോൾ അതിന് നമ്മുടെ ഗ്രൂപ്പിൽ നന്ദിനി എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ IRS ഓഫീസറാണ്, ഇന്നത്തെ ചീഫ് ഗസ്റ്റാണ്. അവള് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവൾക്ക് താല്പര്യം. ഞാൻ വന്ന് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ കൂടെ ട്രിവാൻഡ്രത്ത് ബ്ലസ്സി അടുത്ത് കൊണ്ടുവന്ന് ബ്ലസ്സി ഇവിടെ കണ്ട് എൻ്റെ ചോദിച്ചു ഒരു റോൾ അഭിനയിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അഭിനയിക്കുന്നില്ല. ഷേവ് ചെയ്യുമെന്ന് ആദ്യം ചോദിച്ചേ, ഒരു റോള് ചെയ്യാൻ. അവനില്ല, ഞാനില്ലാന്നോ. ഷേവ് ചെയ്യാൻ ഭക്ഷണമാണെങ്കിൽ ഷേവ് ചെയ്യേണ്ട വേറെ റോളുണ്ട്, ഷേവ് താടിയുള്ള, അത് ചെയ്താലോ. ഞാൻ വലിയ ബ്ലസ്സി എനിക്കിങ്ങനെ സിനിമയില്ല താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. അപ്പോൾ ബ്ലസ്സി നമുക്ക് വേറൊരു അവസരത്തിൽ നമുക്ക് കുറച്ചുകൂടെ കൂടാതെ പോയി. കളിമണ്ണ് ചെയ്യുമ്പോൾ ബ്ലസ്സി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വയ്യെന്ന് പറയാൻ പറ്റൂല, എനിക്കൊരു 1.5 മണിക്കൂർ വേണം. 1/2 മണിക്കൂർ തന്നേ പറ്റുള്ളൂ. മാഷ് പറയാതെ എവിടെ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യും. എനിക്ക് അന്ന് ഈ മുടി ഒരു ജി കാർത്തികേയൻ്റെ ഒരു ചെറിയ ഛായ ഉണ്ട്. കാർത്തികേയൻ കളിമണ്ണിനെ കുറിച്ച് ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ട്. ആ പ്രസ്താവന പോലെ പ്രസ്താവന എന്നെ കൊണ്ട് പറഞ്ഞ് TV ചർച്ചകളിലാണ് ഉദ്ദേശിക്കുന്നത്. കാർത്തികേയൻ്റെ ഛായ ഉള്ളതുകൊണ്ടാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ആഷിക്കെ കണ്ടിട്ട് ശരി, അപ്പം മാഷ് നമ്മുടെ കൂടെ ഒന്നും ചെയ്യില്ലല്ലേ. പിന്നെ അപ്പം എനിക്ക് തോന്നുന്ന രസമുണ്ട് ഇത് പരിപാടി. അപ്പോഴത്തേക്കും തിയേറ്റർ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഇതിൻ്റെ റിഹേഴ്സലിനെ എഫക്റ്റ് ചെയ്യില്ലെങ്കിൽ ചെറിയ കുറച്ച് ദിവസങ്ങളൊക്കെ മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ റിഹേഴ്സലൊന്നുമില്ല. അങ്ങനെയാണെങ്കിലും പോയി ചെയ്ത് കൊടുക്കും. ഒരു രസം ഉണ്ടെങ്കിൽ തിരിച്ചു വരും. വലിയൊരു അനുഭവമാണല്ലോ ജീവിതത്തിൻ്റെ പല പല തലങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം കെമിസ്ട്രി ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ രസതന്ത്രം അറിയാവുന്ന ഒരാൾക്ക് ഇത് നാടകങ്ങളും അഭിനയവും ഒന്നും പാടുള്ള ഒരു കാര്യമല്ല. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നാടകങ്ങൾക്കൊക്കെ വേണ്ടി ജീവിതം ഇത്രയധികം അർപ്പിച്ച ഒരു മനുഷ്യൻ മലയാളത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കും.
ചന്ദ്രദാസൻ എന്ന് പറയുന്ന ഡോക്ടർ ചന്ദ്രദാസൻ എസ് ആൽബർട്ട്സ് കോളേജിലെ പ്രൊഫസറായിരുന്ന വലിയൊരു നാടകസ്നേഹി, വലിയൊരു കലാസ്നേഹിക്കൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ലോകധർമ്മി ഇനിയും ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും പുതിയൊരു ജീവിത സ്പന്ദനങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.